പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളൊരു പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യാണ്. എല്ലാ ആഴ്ചയും നമ്മൾ കേൾക്കുന്നത് പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പച്ച നിൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, കടന്നു വന്ന സഹോദരി അപ്പച്ചൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു കർത്താവേ. നിൻ്റെ മകൾ പറയുന്ന ഓരോ അനുഭവങ്ങളും കർത്താവ് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമാകാൻ പോകുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ കാര്യവും കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചന ഘടനായ സ്തോത്രം എല്ലാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന കാസർഗോഡ് നിന്ന് പ്രിയ സിസ്റ്റർ ബിന്ദു ഭരതനാണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ വിമൻ ഫോർ ജീസസിൻ്റെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ബിന്ദു സിസ്റ്റർ കാസർഗോഡിലാണ് അല്ലേ ജനിച്ചു വളർന്നതൊക്കെ? കാസർഗോഡ് ജില്ലയിലാണ് ജനിച്ചു വളർന്നത്. അന്നേരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. ഒന്നുകൂടെ ഇവിടെ ജനിച്ചു വളർന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അതെല്ലാം ഒന്ന് പറയാം. എൻ്റെ വീട് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ എന്ന ഗ്രാമത്തിലാണ്. തൃക്കരിപ്പൂരാണ് എൻ്റെ സ്വദേശം. അപ്പം ജനിച്ചു വളർന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പൻ, അമ്മ, ആങ്ങള, എൻ്റെ അനിയത്തി, അതായിരുന്നു എൻ്റെ ഫാമിലി. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, മക്കള്, ഞാൻ അടങ്ങുന്ന എൻ്റെ കുടുംബം എല്ലാവരും വിശ്വാസത്തിലാണ് ചില വർഷങ്ങളായിട്ട്. ഓക്കെ സിസ്റ്റർ. അന്നേരം എങ്ങനെയാണ് ഈ ദൈവത്തെ കണ്ടുമുട്ടിയത്, ആ സ്നേഹത്തെ പറ്റിയൊക്കെ ഒന്ന് നമുക്ക് സിസ്റ്റർ അനുഭവത്തിൽ കൂടെ എല്ലാം ഒന്ന് പറയാം. തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും പറയാം, തീർച്ചയായിട്ടും. ആദ്യം തന്നെ ഞാൻ രണ്ടുപേരും പാട്ടുപാടി അങ്ങ് തുടങ്ങാം. കൃപയല്ലാതൊന്നുമല്ല എന്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണൻ ജീവിതം, അതിനാനന്ദമതിമധുരം, ബലഹീനതയിൽ തികയും ദൈവശക്തി എന്നാശ്രയമേ, ബലഹീനതയിൽ ദിനവും യേശുവിൽ ഞാൻ പ്രശംസിച്ചിടും, കൃപയതിമനോഹരം, കൃപയതിമധുരം, കൃപയിൽ ഞാൻ ആനന്ദിക്കും, കൃപയിൽ ഞാൻ ആശ്രയിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഈ പാട്ട് പാടിയതിന്റെ സാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃപയാലാണ് എൻ്റെ ജീവിതം. അതുപോലെയാണ് ദൈവം ഞങ്ങളെ വീണ്ടെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. അത് വാസ്തവമായ കാര്യമായതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ പാട്ട് പാടുവാനായിട്ട് ഇടയായത്. ആദ്യം തന്നെ ആസാദി ടിവിയിലെ പ്രിയ ഫിന്നി പാസ്റ്റ് ആൻറ്റി, ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആസാദി ടിവിയിലെ ചില വിശ്വാസികളുടെ സാക്ഷി ഇങ്ങനെ കേൾപ്പാൻ ഇടയായി തീർന്നു. അന്നേരം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം എനിക്കും ആ ചാനലിലൊന്ന് സാക്ഷ്യം പറയാൻ, അല്ലെങ്കിൽ ആ ദൈവദാസനെയും കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചായിരുന്നെങ്കിൽ, എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാനതൊരു മനുഷ്യരോടും പറയുന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ അത് അന്നേരം തന്നെ പിന്നെ ആഗ്രഹങ്ങളെല്ലാം ഇനി നടക്കോ ഇല്ലൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ പാസ്റ്റർ എന്നെ വിളിച്ചത്. ഇങ്ങനെ ഞങ്ങളിങ്ങനെ വേറൊരു ചാനലിൽ സിസ്റ്ററിന്റെ സാക്ഷ്യം കേട്ടു, ഞങ്ങളുടെ ചാനലിലും കൂടെ പറയാമോ? തീർച്ചയായിട്ടും ഞാൻ പറയാമെന്ന്. എനിക്ക് ലോകം മുഴുവനും പോയി സാക്ഷ്യം പറയേണ്ട അത്രമാത്രം അത്ഭുതകരമായിട്ടാണ് ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ കൃപയിലാക്കി തീർന്നത്. അതാണ് ഞാൻ ആ പാട്ട് പാടിയതിന്റെ സാരം തന്നെ. അങ്ങനെ എൻ്റെ അനുഭവ സാക്ഷ്യം പറയാമെന്ന് ചോദിച്ചാല്, വിശ്വാസത്തിന്റെ ആദ്യ ചുവടുകൾ എന്ന് പറഞ്ഞാൽ 2000-ലാണ് എൻ്റെ ഹസ്ബൻഡിന് 2 കിഡ്നിയും ഫെയിലായിട്ട് മരണം മുഖാമുഖം കണ്ട്. 2000 എന്ന് പറയുമ്പോൾ അന്നൊന്നും ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ
അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡയാലിസിസ് പോലും നമ്മുടെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 2000 ഏപ്രിൽ മാസത്തിലാണ് പുള്ളിക്ക് 2 കിഡ്നിയും ഡാമേജ് ആകുന്നത്. അതായത് 2 കിഡ്നിയും ഒരേപോലെ പകുതിയിൽ അധികം പുള്ളിയുടെ കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എന്തെന്നറിയാത്തൊരു ചെറിയ പ്രായം ചെറുതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും, ഒരു മോനുണ്ട്, അപ്പൊ എൻ്റെ ജീവിതം തകർന്നല്ലോ, തകർന്ന് തരിപ്പണമായല്ലോ എന്ന് ചിന്തിച്ച് വളരെയധികം വേദന അനുഭവിച്ചുകൊണ്ട് നീറി നീറി കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ. ആ രോഗത്തെ കുറിച്ച് അറിഞ്ഞ ആ സമയത്തുള്ള ആ ഒരു ആദ്യ ആ നിമിഷങ്ങളൊക്കെ. കാരണം രാത്രിയിലൊന്നും എനിക്ക് ഉറക്കം കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ അമ്പലങ്ങളും ഇങ്ങനെ വിസിറ്റ് ചെയ്യും. വിശ്വാസം ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ എന്നാലും എവിടെ നിന്നാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അമ്പലങ്ങളായ അമ്പലങ്ങളും ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളും എല്ലാം ഓരോന്നും വിസിറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഒരു പരീക്ഷണാർത്ഥം എൻ്റെ ജീവിതം അങ്ങനെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2002 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതുപോലെ 2 കിഡ്നിയും ഫെയിൽ ആണെന്ന് അറിയാം. പക്ഷെ എന്നാലും അത്ര ക്ഷീണിതനല്ല. എങ്കിലും 2 കിഡ്നി ഒരേപോലെ ഇതായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗവും എൻ്റെ മുന്നിൽ ഇല്ല എന്ന് തെളിഞ്ഞ ഒരു സമയങ്ങളായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു മോളും കൂടെ ജനിച്ചു. മോക്ക് 4 മാസം പ്രായമാകുമ്പോഴാണ് പുള്ളി വളരെ ഇങ്ങനെ ക്ഷീണം ശരീരത്ത് സംഭവിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത്. എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. കാരണം മറ്റാരേക്കാളും ഉപരി ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും എന്റെ ശ്രദ്ധയിൽ പെട്ടു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ദേവസ്യം മുല്ലക്കര സാറിന്റെ ആത്മാഭിഷേകം മാസിക എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ആ മാസിക കിട്ടാനിടയായി തീർന്നു. അതിലിങ്ങനെ ഓരോരുത്തർക്കും സൗഖ്യം കിട്ടിയ കഥയും പിന്നെ രോഗങ്ങൾ വിട്ടുപോയതും ഭൂതങ്ങൾ മാറിയതോ അങ്ങനെ ഒത്തിരി കഥകളല്ല, നടന്ന സംഭവങ്ങൾ ആ പുസ്തകത്തിലൂടെ ഞാൻ വായിച്ചറിയാനായിട്ട് ഇടയായി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇങ്ങനെ ഒരു യേശു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെങ്കിൽ, അല്ലെങ്കിൽ യേശു വിടുവിക്കുന്ന ദൈവമാണെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിന് രക്ഷ അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പൊ അതിനു മുന്നേ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ബിന്ദു നീ ആ കാര്യം വിട്, നമുക്ക് തന്നെ 33 കോടി ദൈവങ്ങളുണ്ട്, പിന്നെയാണോ യേശു സൗഖ്യമാക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര നിരുത്സാഹപ്പെടുത്തി എന്നെ. അത് അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ഞാൻ ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രാജകീയമായിട്ട് ജനിച്ചു വളർന്ന ഒരപ്പന്റെ മൂത്ത മോളാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ പോലും നമ്മൾ ഒന്നിനൊരു കുറവില്ലാതെയാണ് അപ്പൻ നമ്മളെ വളർത്തിയത്. കാരണം എനിക്ക് എന്നെ താഴെ ആങ്ങളെ, പിന്നെ ഒരു അനിയത്തി, അങ്ങനെയൊക്കെ നമ്മൾ 3 പേര് നല്ല സന്തോഷമായിട്ട് എൻ്റെ ചെറുപ്പകാലം എന്നെല്ലാം പറയാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേര് ഇങ്ങനെ പറയും, ബസ്സിന് പൈസ ഇല്ലാഞ്ഞിട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവമേ പൈസക്കൊക്കെ പന്നുണ്ടാവോ, നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ച പൈസയുടെ ഇതൊന്നും എനിക്ക് അറിയത്തില്ല, അന്നേരം വിഷമം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അതുപോലെ ആ അപ്പൻ നമ്മളെ വളർത്തിയതും ഒന്നിനൊരു കുറവുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും അറിയത്തേ ഇല്ലായിരുന്നു പൈസയുടെ ഇതൊന്നും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഹസ്ബൻഡ് ഇങ്ങനെ രോഗിയായ സമയത്താണ് ഞാൻ ആകെ തകർന്നു പോയത്. അപ്പൊ ഈ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ അന്നേരം ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് ആ തിരുപ്പതി ക്ഷേത്രത്തിനും കൂടെ ഒന്ന് പോകണമായിരുന്നു. അച്ഛൻ ചോദിച്ചാ എന്താ മോളെ. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിലൊരു വഴിപാട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന നേർന്നിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ തമിഴന്മാർക്ക് ഒരു വിശ്വാസമുണ്ട്, കെട്ടുതാലി ഒരു ഭണ്ഡാരത്തിൽ എറിഞ്ഞാൽ അവർക്ക് ഭർത്താവിന് ദീർഘായുസ് ലഭിക്കും, അവരുടെ വിശ്വാസം. അപ്പൊ ഞാൻ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവിനും അങ്ങനെ സൗഖ്യം കിട്ടുവാണെങ്കിൽ അത് കെട്ടുതാലി അല്ലല്ലോ നമുക്ക് വലുത്, സൗഖ്യമല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ അന്നേരം മോള് ജനിച്ചിട്ടില്ല. അന്നേരം മോനും ഞാനും എൻ്റെ അമ്മയും അപ്പനും എല്ലാവരും നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങനെ തിരുപ്പതി ക്ഷേത്രത്തിൽ പോയിട്ട് ഈ അപ്പനോ എൻ്റെ ഭർത്താവോ ആരും കാണാതെ കടലാസ് ചുറ്റി 2 പവനോളം വരുന്ന 1.25 കൂടുതലുണ്ട്, 2 പവൻ ഇല്ല, അങ്ങനെ ഇല്ല, ഒരു താലിമാല, താലി അടക്കമുള്ള മാല ഞാൻ ഊരി അവിടെ വലിയ ഭണ്ഡാരത്തിൽ എറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അതിനൊരു പുല്ല് വില പോലും കൽപ്പിക്കാതെ, കാരണം എൻ്റെ ഭർത്താവിന്റെ ജീവനാണ് എനിക്ക് വലുത്. അങ്ങനെ എവിടെയെങ്കിലും ഒരു സൗഖ്യം കിട്ടുവാണെങ്കിൽ, വിടുതൽ കിട്ടുവാണെങ്കിൽ അത് ചെയ്യാൻ മാത്രം ഞാൻ സമർപ്പണം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനത് ഒരു ഭണ്ഡാരത്തിൽ ഇട്ടെങ്കിൽ പോലും എനിക്ക് അവിടെ നിന്ന് വന്നപ്പോഴും എനിക്കൊരു നിരാശയും
സങ്കടവും വിഷമവും അല്ലാതെ എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോന്നി തുടങ്ങി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2000 മുതൽ 2002 വരെ നമ്മൾ ദൈവങ്ങളെ തേടിയുള്ള യാത്രയായിരുന്നു. ഓരോ പ്രദേശത്തും ഓരോരുത്തർ പറയും ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ നല്ലതാ, അങ്ങനെ ഗുരുവായൂർ, അങ്ങനെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും വിസിറ്റ് ചെയ്ത് മടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതിനൊന്നും ഞാൻ നിന്ദിക്കുന്നതല്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ യേശു എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോ 2002 അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ മോളും കൂടെ ജനിച്ചപ്പോ 4 മാസം പ്രായമായി മോക്ക്. അപ്പൊ ഈ 4 മാസം പ്രായമായ മോനും അങ്ങനെ ഭർത്താവിനെ കൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ സമ്മതിപ്പിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും പോകാം, എല്ലാ അമ്പലങ്ങളും നമ്മൾ വിസിറ്റ് ചെയ്തല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തായാലും പോകാന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ നമ്മൾ പോകാൻ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഭർത്താവിന്റെ മൂത്ത ചേച്ചി എന്റെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെ പോവാ മോളെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന, എന്നാ വാ ഞാനും വരാം, നീ കുഞ്ഞുങ്ങളെയും കൊണ്ട് തന്നെ പോകണ്ട, മോളും ചെറുത് മോനും ചെറുത്, അപ്പൊ എല്ലാവർക്കും പോവാന്നുണ്ട്. അങ്ങനെ ചേച്ചിയും വളരെ ഉത്സാഹത്തോടെ വന്നു. നമ്മളെല്ലാവരും അവിടെ ഇരിക്കുമ്പോ തന്നെ നമ്മളാരും ഇന്ന് രോഗിയാണെന്നോ ഇന്ന് രോഗത്താൽ വന്നാണെന്നോ സ്ഥലത്തുനിന്ന് വന്നാണെന്നോ ഒന്നും സാർ അറിയുന്നില്ല. അപ്പൊ സാറ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു അതിഭയങ്കരമായ കാലുവേദനയാല് ഇവിടെ ആരോ ഒരാൾ ഭാരപ്പെടുന്നുണ്ട്, ആ ആൾ ആരായാലും ഉടനെ എഴുന്നേറ്റ് നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ ചേച്ചി പെട്ടെന്ന്, അതായത് പെങ്ങള്, ഭർത്താവിന്റെ മൂത്ത പെങ്ങള് എന്റെ കൂടെ വന്ന പെങ്ങള് വേഗം എഴുന്നേറ്റ് നിന്നു. പിന്നെ സാറേ എനിക്കാണ് ആ വേദന എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എങ്കിൽ വാ ഞാൻ പ്രാർത്ഥിക്കാം, അങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ ചേച്ചിക്ക് സൗഖ്യം കിട്ടി. ഇത് എന്റെ ഭർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ എന്ന് വേണ്ട അന്ന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഞാൻ ഈ കുഞ്ഞിനെയും തോളില് ഇങ്ങനെ മോളെയും തോളിൽ കിടത്തി, എന്റെ മോൻ എന്റെ കയ്യിലുണ്ട്, പെങ്ങൾ എല്ലാം അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ തിരുനാമ കീർത്തനം പാടുവാൻ, അല്ലെങ്കിൽ നാം എനിക്ക് എന്തിന് നാഥ എന്ന് അങ്ങനെ ആ പാട്ട് പാടുന്ന സമയത്ത് എന്റെ തലയിൽ ഇങ്ങനെ ഒരു തണുപ്പ് ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. എന്റെ ഉച്ചം തല മുതൽ ഉള്ളം കാലം വരെ ആ തണുപ്പ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു അത്ഭുത ശക്തി ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ കണ്ട ഒരു ദൈവങ്ങളെ പോലെ അല്ലല്ലോ, ഇതുവരെ പോയ ഒരു സ്ഥലത്തെ പോലെ അല്ലല്ലോ, ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ തന്നെ വസന്തേച്ചിക്ക് അന്നേരം തന്നെ പെങ്ങൾക്ക് അന്നേരം തന്നെ കാലുവേദനയിൽ നിന്ന് സൗഖ്യമായി. അങ്ങനെ എല്ലാ തിങ്കളാഴ്ച തോറും ഞങ്ങള് അങ്ങനെ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ അവിടുത്തെ മാസിക വാങ്ങിയിട്ട്, എന്റെ കുഞ്ഞു കൊച്ചാണെന്നോ അല്ലെങ്കിൽ മോൻ ചെറുതാണെന്നോ ഒന്നും എനിക്ക് ചിന്തയില്ല, ഞാൻ ഈ മാസികയും വാങ്ങി ഓരോ വീടുകളും കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കാനോ അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കാന്ന് ദൈവത്തിന്റെ പിന്നെ വചനത്തിലുണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അറിയാത്തൊരു കാലത്ത് അങ്ങനെ ഞാൻ ഈ മാസികയും കൊണ്ട് വീടാന്തരം കയറി ഇറങ്ങി യേശു ജീവിക്കുന്ന ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ കൂടെ ആൾക്കാർ ഒത്തിരി വരാൻ തുടങ്ങി. ട്രക്കർ പിടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ട്രക്കർ നിറയെ ആൾക്കാർ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ പോയിട്ട് പലർക്കും സൗഖ്യം കിട്ടി. ഒരു മാതാവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയെല്ലാം കൊഴിഞ്ഞ് അവർക്ക് എന്തോ ഒരു പ്രത്യേക ആ മാതാവിന് എന്തോ ഒരു പ്രത്യേക അസുഖമായിരുന്നു. അപ്പൊ ഒറ്റ മുടി പോലും തലയിൽ ഇല്ലാത്ത സമയത്ത് അവർക്ക് ഭയങ്കര സങ്കടമായി മുടിയില്ലാതെ പുറത്തിറങ്ങി നടക്കാന്. അന്നേരം അവർക്ക് ഒരു 65-70 വയസ്സിന് ആ ഒരു പ്രായമുണ്ട്. അപ്പൊ അങ്ങനെ അവര് വന്നപ്പോ അവർക്ക് വേണ്ടി സാറ് പ്രാർത്ഥിച്ചു. അവർക്ക് മുടിയൊക്കെ നന്നായിട്ട് മുടി വന്ന് അങ്ങനെ പലർക്കും പല രോഗങ്ങളും സൗഖ്യമായി. എന്റെ ഹസ്ബൻഡിന് തന്നെ ആദ്യത്തെ പ്രാവശ്യം പോയി വന്നപ്പോ തന്നെ ഹസ്ബൻഡിന് പിന്നെ ശരീരം മൊത്തം വിയർക്കാൻ തുടങ്ങി. അതുവരെ ഭക്ഷണം കഴിക്കത്തില്ല പുള്ളി. ഇങ്ങനെ ഒരു തവി ചോറ് കഴിക്കുമ്പോൾ തന്നെ പുള്ളി പറയും അയ്യോ ബിന്ദു ഇരയെടുത്ത പാമ്പിനെ പോലെ ഉണ്ട്, എനിക്ക് ഭക്ഷണം വേണ്ട, ദഹിക്കുന്നില്ല പുള്ളിക്ക്. അപ്പൊ ആ മനുഷ്യൻ ആദ്യത്തെ ആ പ്രാർത്ഥന കഴിഞ്ഞ് വന്നു തന്നെ ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചു, ശരീരം മൊത്തം വിയർത്തു. അപ്പൊ ആ പുള്ളിയുടെ ആ ബാഹികമായ ആ ലക്ഷണങ്ങൾ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ദൈവം ആ പുള്ളിയുടെ ജീവിതത്തിൽ എന്തോ ഒരു അത്ഭുതം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആദ്യ ദിവസം പോയി വന്നതിന് ശേഷം തന്നെ നമുക്ക് ഒരു ഭയങ്കരമായൊരു സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് വരാം. നമുക്ക് ആദ്യം തന്നെ നഷ്ടപ്പെട്ടത് എൻ്റെ ഹസ്ബൻഡിന് രോഗം വന്ന ഉടനെ എൻ്റെ സമാധാനം അങ്ങ് നഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ്സ് ഇങ്ങനെ കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ നോക്കുമായിരുന്നു ക്ലോക്കിൽ ഇങ്ങനെ ഈ സെക്കൻഡ് സൂചി ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മിനിറ്റിൽ എത്ര ഹാർട്ട് ബീറ്റ്സ് ആണ് അടിക്കുന്നത് ഇങ്ങനെ ഞാൻ ഹാർട്ടിൽ കൈവച്ചിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ക്രമാതീതമായിട്ട് ഹാർട്ട് ബീറ്റ്സ് വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഇതൊക്കെ എൻ്റെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ ഇടയ്ക്ക് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പം എൻ്റെ ഈ മാറ്റങ്ങളൊക്കെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുമായിരുന്നു.
അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിൽ നിന്ന് ആ മാനസികമായ സംഘർഷം, ഭയം, ആ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിന്നൊക്കെ കർത്താവ് എനിക്ക് ഭയങ്കര വിടുതൽ തന്നു. ആ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യം അത്. പ്രാർത്ഥനയ്ക്ക് പോയി യേശു കർത്താവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. കാരണം അവിടുന്ന് പറയുന്നുണ്ട്, ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ആർക്കൊക്കെ മനസ്സുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കൈവക്കി, ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് കൈവക്കി. അപ്പൊ അങ്ങനെ ദൈവം വലിയൊരു സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മോൾ അന്നേരം ചെറുതാണ്. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഞങ്ങള് അങ്ങനെ എല്ലാരും നാട്ടിൽ നിന്ന് ഒത്തിരി പേര് വന്നു. ഒരു വലിയ ട്രക്കർ, ജീപ്പ് പോലത്തെ ഒരു വാഹനം, ആ ട്രക്കർ പിടിച്ചിട്ടാണ് ഞങ്ങൾ സ്പെഷ്യൽ ആക്കിയിട്ടാണ് ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥനയ്ക്ക് പോകുകയും വരികയും ചെയ്തു. അന്നത്തൊക്കെ സന്തോഷം ഞാൻ ഇങ്ങനെ ഓർത്തു പോകുമായിരുന്നു. കാരണം ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവരെ പോലെ ദൈവം തമ്പുരാൻ അന്നേരം നടത്തി നമ്മളെ. അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ട് വരികയായിരുന്നു. മോക്കൊരു 2.5-3 വയസ്സായ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തൊട്ട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ കഴിഞ്ഞ രണ്ട് സാക്ഷ്യങ്ങളിലും എനിക്കത് പറയാൻ പറ്റിയില്ല, പിന്നീടാണ് ഞാൻ ഓർത്തത്. അപ്പോൾ അങ്ങനെ മോള് അനിയത്തിക്ക് ഇങ്ങനെ സുഖമില്ലാത്ത സമയത്ത് അവളുടെ സ്കൂളിലെ കൂട്ടുകാര്, അവളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാര് അവളെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അല്പസമയത്തേക്ക് എന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. അവർക്ക് ചായ ഇട്ട് കൊടുക്കാൻ, അവരോട് സംസാരിക്കാനൊക്കെ പോയപ്പോ എന്റെ വീടിന്റെ അടുത്ത് ഒരു കുറച്ച് അകലെയായിട്ട് ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിറയെ സെപ്റ്റംബർ മാസം, എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനത്, സെപ്റ്റംബർ മാസം ആ കുളത്തില് നിറയെ വെള്ളമാണ്. അപ്പൊ റോഡ് സൈഡ് ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ നടന്നു പോകുന്ന റോഡല്ല, ഇപ്പൊ അത് റോഡായി, നടന്നു പോകുന്ന വഴിയുടെ ആ സൈഡിലാണ് ഈ കുളം. അതായത് കുറച്ച് നടക്കാനുണ്ട്, കാണുന്ന ദൂരം തന്നെ, എന്നാലും ഇച്ചിരി നടക്കാനുണ്ട്. അപ്പൊ അടുത്ത വീട്ടിലൊരു ഉമ്മ എന്നെ വിളിച്ച്, കദീത്ത, നമ്മളൊക്കെ കദീത്താന്ന് വിളിക്കും, കദീത്താണ്, ബിന്ദു, ആയിഷബി ഇവിടെ ഉണ്ട്, നിന്റെ മോളാണോ അറിയില്ല, ഒരു കുഞ്ഞിന്റെ കൈ മാത്രം കുളത്തുനിന്ന് ഇങ്ങനെ അനങ്ങുന്നത് കാണുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഓടിച്ചെന്ന് എന്റെ കർത്താവേന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. എന്റെ കർത്താവേന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ഓടുന്ന സമയത്ത് കുഞ്ഞിന്റെ തല മാത്രം ഇങ്ങനെ നമ്മളിങ്ങനെ മുങ്ങിക്കിടക്കുക കുഞ്ഞ്. എനിക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ ആ നിമിഷം ഞാൻ ചിന്തിച്ചു, എന്റെ മോൾ എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് എന്റെ മോൻ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞിനെ വാരി എടുക്കുന്നു. അപ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് കുറച്ചു പേരൊക്കെ കൂടി വന്ന് എന്താ പറ്റിയെന്ന് കുഞ്ഞ് വല്ലാണ്ട് പേടിച്ചു പോയി. അപ്പൊ ഏകദേശം ഒരു 2.5-3 നടത്തിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നടന്നു നിൽക്കുന്ന ആ പ്രായമാണ്. അപ്പൊ അങ്ങനെ വാരി കോരിയെടുത്ത് എന്റെ അമ്മ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. എന്റെ മോള് പോയി എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അങ്ങനെ വലുതായിട്ട് കുഞ്ഞിങ്ങനെ ഏമ്പൊക്കെ ഇട്ടു. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിച്ചു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ കൊച്ചു ഉറങ്ങി. ഞാൻ ഓർക്കും, ദൈവമേ, ഉള്ളം കരത്തിൽ എന്റെ കർത്താവ് താങ്ങി എന്നല്ലാതെ ഒരു നിമിഷം മതിയല്ലോ വെള്ളം അകത്തോട്ട് പോയിട്ട് കുഞ്ഞുങ്ങളിലൊക്കെ അപകടം സംഭവിക്കാൻ അത്രയല്ലേ സമയം വേണ്ടുള്ളൂ. പക്ഷെ ആ ഒരു നമ്മളെ യേശുവിനെ സ്വീകരിച്ച നാളെ മുതലുള്ള അത്ഭുതങ്ങളാണ്, ഞാൻ ഓരോ അത്ഭുതങ്ങൾ എണ്ണി ഞാൻ പറയുവാനായിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ അപ്പനും അമ്മയൊക്കെ വീണ്ടും ചെന്നൈയിലോട്ട് പോയി. അങ്ങനെ ആങ്ങളയ്ക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് അടുത്ത വീട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, അവന് ലൂസ് മോഷനായിട്ട് അവരെല്ലാരും പറഞ്ഞു, പിന്നെ ഇവനിത് കൂടിപ്പോയി എന്നാ തോന്നുന്നേ, ഇത് പിഴച്ചാല് ഇത് ഭയങ്കര ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദേവദാസനും വേറൊരു രണ്ട് ദേവദാസന്മാരും കൂടിയിട്ട് ഇങ്ങനെ നമ്മുടെ വീടൊക്കെ വിസിറ്റ് ചെയ്യാൻ ട്രാക്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് അവർ വരുവാ. അപ്പൊ ഞാൻ വിചാരിച്ചു, അന്നേരത്തൊക്കെ ഈ സാറിന്റെ അടുത്ത്, മുല്ലക്കര സാറിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെന്തക്കോസ്തുകാർ വീട്ടിൽ വരും, നിങ്ങൾ അവരെ അടുപ്പിക്കരുതെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാ, ഇവർ വരുമ്പോൾ നമുക്ക് പേടിയാ. എന്നാലും അവർ ട്രാക്റ്റ് തരാൻ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ ഇപ്പോഴായിരിക്കുന്ന ജോൺസൺ പാസ്റ്ററും വേറൊരു ദേവദാസനും കൂടിയാ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആങ്ങളൊക്കെ സുഖമില്ല, അതുകൊണ്ട് അകത്ത് കയറണ്ട. എന്താന്ന് വെച്ചു, ചിക്കൻ ബോക്സ്. ഓ, അതിനെന്താ, നമ്മൾ പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഈ അകത്ത് കയറി എൻ്റെ ആങ്ങളയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതെനിക്ക് ഭയങ്കര ഒരു അതിശയമായിപ്പോയി. കാരണം നമ്മളൊക്കെ ആ റൂമിൽ കയറാൻ പോലും മടിക്കുന്ന ആ സാഹചര്യത്തില് ഈ ദൈവദാസന്മാര് വന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എൻ്റെ അനിയന് ഭയങ്കര ഒരു ഡെലിവറൻസ് കിട്ടി. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി, അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, അവന്റെ ലൂസ് മോഷൻ കുറഞ്ഞു. അങ്ങനെ ഈ പ്രാർത്ഥനയാൽ അവന്റെ ഒരു വലിയ അത്ഭുതം എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, പെന്തക്കോസ്തുകാർക്ക് എന്തോ ഒരു ശക്തി, ദൈവത്തിന്റെ ഒരു വലിയ, അവർ പറയുന്ന പോലെയല്ല. അന്നേരം ഞാൻ അത് നോട്ട് ചെയ്തു. പക്ഷെ എന്നാലും ഞാൻ പോകത്തില്ല. ഞാൻ പാസ്റ്റർ, എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഈ നഴ്സറിയിലൊക്കെ പോകുന്ന സമയത്ത് പാസ്റ്ററും കുടുംബമൊക്കെ അതുവഴി പോകുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വഴിയായിട്ട് അവരെന്നെ കാണണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും.
അപ്പൊ ബസ്സിൽ കയറിയാലും മാസ്റ്റർ ഭാര്യയൊക്കെ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇരിക്കാതെ വേറൊരു സീറ്റിലിരിക്കും. അങ്ങനെയൊക്കെ അവരെ ഒളിച്ചും പാത്തും കൊണ്ടായിരുന്നു എൻ്റെ ജീവിതം മൊത്തം. കാരണം നമ്മളിത് കേൾക്കുന്നത് പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടാണ് നമ്മളത് കേൾക്കുന്നത്. പക്ഷെ എൻ്റെ ദൈവം എത്ര നല്ലവനാണെന്ന് ഞാൻ ഓരോ ദിവസവും ഞാൻ രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ എൻ്റെ മോൻ പിന്നെ അപ്പോഴും അവൻ്റെ അപ്പന് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. പക്ഷെ എന്തുവാ പിന്നെ കിഡ്നിക്കുള്ള ഒരു സൗഖ്യം കിട്ടിയതായിട്ട് നമ്മൾ പിന്നെ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും പുള്ളി ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ ഒരു സന്തോഷകരമായ ഒരു ലൈഫ് ആയിരുന്നു അന്നേരത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ മോൻ ഒരു ദിവസം പിന്നെ എന്നോട് പറഞ്ഞു, അമ്മ ബുക്ക് മേടിക്കാൻ വേണ്ടി എല്ലാവരും പൈസ കൊടുത്തു, 100 രൂപ കൊടുക്കണം. ഒരു 3.5-4 വയസ്സുള്ള സമയത്ത് LKG UKG അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത്, കറക്റ്റ് ഓർക്കുന്നില്ല എങ്കിൽ പോലും. പക്ഷെ അന്നേരം ഞാൻ വിചാരിച്ചു, ദൈവമേ എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ എത്ര പേർക്ക് അത് വിശ്വാസം വരുന്നതല്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ എൻ്റെ കർത്താവ്, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം ഞാൻ വിളിക്കുമ്പോൾ ആ സമയത്ത് പലവിധമായ പ്രയാസങ്ങളെ, അതായത് ഒരു രോഗം മാത്രമല്ല, ഒരു സാമ്പത്തിക ഞെരുക്കം മാത്രമല്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള വിഷയം മാത്രമല്ല, ഏത് സമയത്തും എൻ്റെ യേശു എനിക്ക് നല്ലവനായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇന്ന് നഴ്സറിയിൽ എനിക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ പോകുന്നില്ല, ഞാൻ വിദ്യാപീഠം അതിന്റെ അവൻ പഠിച്ച LKG UKG പഠിച്ച ആ സ്ഥാപനത്തിന്റെ പേര് വിദ്യാപീഠത്തിൽ ഞാൻ പോകുന്നില്ല. എന്റെ ടീച്ചർ വഴക്ക് പറയുന്നുണ്ട്, കൊച്ചു കരയാൻ തുടങ്ങി. അപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ കൊടുക്കാൻ 100 രൂപ ഇല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എന്ത് ചെയ്യാൻ, പിന്നെ നീ പോണെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ആരോ ഇങ്ങനെ പറയുന്നു, നീ ആ പെട്ടിയട, പഴയ ഒരു പെട്ടി, എനിക്കറിയാം, എനിക്കൊരു 5 രൂപ 10 രൂപ പോലെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് മെമ്മറി ഉണ്ടാവും, എനിക്ക് പൈസയുടെ കാര്യത്തിലാണ് അത്രയും ഇതാ. അപ്പൊ എനിക്ക് എവിടെയും ഇല്ല, എടുക്കാനില്ല എന്ന് എനിക്ക് 100% ഉറപ്പാ. പക്ഷെ അങ്ങനെ എന്നോട് ആരോ ആ പെട്ടി എടുക്കാൻ വേണ്ടി എന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തരുന്നു. അപ്പൊ ആ പെട്ടി എടുത്തപ്പോ ഒരു പഴയ ഒരു പേഴ്സ്, അത് തുറന്നപ്പോ റിസർവ് ബാങ്ക് അച്ചടിച്ചു വെച്ച ഒരു പുതിയ നോട്ട്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല പാസ്റ്റർ. ഞാനത് എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞൊരു സാക്ഷിയാണ്. പക്ഷെ അവൻ ഭാവിയില്, ആ കഥ ഞാൻ പിന്നീട് പറയാം, അവൻ ഭാവിയിൽ ഒരു ദൈവദാസനായി തീരേണ്ടത് കൊണ്ട് ദൈവം അവന് വേണ്ടുന്നതെല്ലാം കരുതി എന്നുള്ളതാണ്. എനിക്കൊന്നും പുകഴുവാനോ പറയുവാനോ പ്രശംസിപ്പാനോ ഞാൻ ഒന്നുമല്ല. ഞാൻ ദൈവം മുമ്പാകെ ഒരു പുഴുവത്ര എന്ന് യാക്കോബ് പറയുന്ന പോലെ, എന്ന് പറയുന്ന പോലെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളാണ് ഞാൻ എണ്ണി പറയാം. ഞാൻ അതൊന്നും പറയാൻ എവിടെ പോയാലും ഞാൻ പറയാൻ മടിക്കാറില്ല. കാരണം അത്രമാത്രം അത്ഭുതമായിരുന്നു എനിക്ക് അന്നത്തെ കാര്യം. ഒരു 100 രൂപയാണെങ്കിൽ പോലും എൻ്റെ ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇവൻ പിന്നെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവനെ ഇങ്ങനെ വെറുതെ ചാൻസ് കിട്ടുവാണെങ്കിൽ കിട്ടാം. അപ്പൊ ഒന്നെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മക്കളായിരിക്കണം, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ മക്കളായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് അവിടെ സീറ്റ് കിട്ടത്തുള്ളൂ. എങ്കിലും ഞാൻ വെറുതെ ഒരു അപേക്ഷ കൊടുത്തു. അപ്പൊ കൊടുത്ത സമയത്ത് രണ്ട് നറുക്ക് ഇവരെ എല്ലാ സീറ്റ് കഴിഞ്ഞിട്ട് രണ്ട് ഒഴിവുണ്ടായതുകൊണ്ട് അത് നറുക്കിട്ടെടുക്കും. ഒരുപാട് കുഞ്ഞുങ്ങൾ അതിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു പേര് ഇവന് വരുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം അവനെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിപ്പിക്കണമെന്ന്, അവനെ ഹിന്ദി അറിയണമെന്ന്, ഇംഗ്ലീഷ് അറിയണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് മുന്നമേ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന് അവിടെ സെലക്ഷൻ കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി, ഞാൻ ഒരു സാമ്പത്തിക പ്രയാസം അറിയാത്തൊരു ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നതും. എൻ്റെ വിദ്യാഭ്യാസമൊക്കെ എൻ്റെ അച്ഛൻ അതുപോലെ ഞങ്ങളെ വളർത്തി. പക്ഷെ എൻ്റെ വിവാഹശേഷം ഹസ്ബൻഡിന് ഇങ്ങനെ രോഗം വന്നതിന് ശേഷമാണ് സാമ്പത്തിക ഞെരുക്കം എന്താണെന്ന് പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയുന്നത്. അങ്ങനെ കുഞ്ഞിനെ അവിടെ വിശ്വാസത്താൽ ഞാൻ അവിടെ ചേർത്ത സമയത്ത് ഒരു 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എല്ലാവരും A സ്റ്റാറും വെരി ഗുഡും, ഇവന്റെ ഈ പ്രോഗ്രസ് കാർഡൊക്കെ നല്ല ഇതാണ്. അപ്പൊ എനിക്കും അതൊരു സന്തോഷം. നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് പാടും, എല്ലാ കഴിവും ദൈവം തമ്പുരാൻ ചെറുതിലേ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഒരു 4ാം ക്ലാസ്സിൽ അവന് നല്ല മാർക്ക് വാങ്ങി. അപ്പൊ അവൻ പറഞ്ഞു, അമ്മ ഞാൻ നല്ല മാർക്ക് വാങ്ങി ജയിച്ചില്ല അമ്മ, എനിക്കൊരു ടീഷർട്ട് എടുത്തു തരണം എന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ടീഷർട്ട് എടുത്തു തരാൻ വേണ്ടി അമ്മയുടെ കയ്യിൽ ബുക്കും ബാഗും മേടിക്കാൻ വേണ്ടിയുള്ള പൈസ മാത്രമേ ഉള്ളൂ, ടീഷർട്ട് എടുക്കാൻ വേണ്ടി പൈസ ഇല്ല എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാനും മോനും കൂടെ പയ്യന്നൂർ, നമ്മുടെ തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിലെ ഒരു ടൗൺ ആണ് പയ്യന്നൂർ പോയി. അങ്ങനെ ബുക്സ് എല്ലാം മേടിച്ച് ബാഗും ഒക്കെ മേടിച്ച് ഈ പൈസ കൊടുക്കാൻ നേരത്ത് എൻ്റെ ഹസ്ബൻഡിന്റെ മാമൻ, അദ്ദേഹം അവിടെ ആ ബുക്ക് സ്റ്റാളിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് എന്തോ മേടിക്കാൻ വേണ്ടി, എന്താ മോളെ നീ ഇവിടെയെന്ന് ചോദിച്ചു. നല്ല സ്നേഹം അവരൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞേ, മാമ ഇങ്ങനെ ഇവന് ബുക്കും ബാഗൊക്കെ മേടിക്കാൻ.
ഇതാ ബില്ല് ഞാൻ പേ ചെയ്യാന്ന് പറഞ്ഞു. ദൈവം എത്ര നല്ലവനാ. കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ പോലും ദൈവം അറിയുന്നു. അപ്പൊ ആ ദൈവം അദ്ദേഹം ആ ബില്ലൊക്കെ പേ ചെയ്തു. ബാക്കി എന്നെ എന്റെ മക്കളെയും കൊണ്ട് നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയി എല്ലാം നമുക്ക് വേണ്ടുന്ന ഫുഡൊക്കെ മേടിച്ചെന്ന് എന്റെ കയ്യിലുള്ള പൈസയും കൊണ്ട് കുഞ്ഞിന് അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഡ്രസ്സ് മേടിക്കാനൊക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ആങ്ങളയ്ക്ക് ഇങ്ങനെ സൗഖ്യം കിട്ടി, അതെന്റെ ഹൃദയത്തിലുണ്ട്. എന്നാലും ഞങ്ങൾ പോകുന്നത് ഈ സാറിന്റെ കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ കരിസ്മാറ്റിക് നവീകരണ ഗ്രൂപ്പിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമുദായ സംഘത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു. എന്നോട് പറഞ്ഞ്, ബിന്ദു, നിന്നെ കുറിച്ച് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നമ്മൾ കേൾക്കുന്നുണ്ട്, നീ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഒരു കാര്യമുണ്ട്, നീ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയാല് നിന്റെ വീട്ടിലെ നിന്റെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ നീയോ നിന്റെ ഭർത്താവോ ആര് മരിച്ചാലും നമ്മുടെ ശ്മശാനത്തിൽ അടക്കത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നീ അങ്ങനെ പോകരുത്, നമ്മൾ ഹിന്ദുക്കളായി ജനിച്ച് ഹിന്ദുക്കളായി തന്നെ ജീവിക്കണം എന്നുള്ളത് അവർ പറയുന്നതല്ല. ഞാൻ ശ്രദ്ധയോടെ കേട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞെന്നുള്ളത് പറഞ്ഞോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് നമുക്ക് പറയാനുള്ളത് പറഞ്ഞു, നീയാണ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞത്, എൻ്റെ ഹസ്ബൻഡിന് രോഗം വന്ന സമയത്ത് എനിക്കാണ് പ്രയാസം ഉണ്ടായത് കൂടുതൽ. കാരണം ഞാൻ മെന്റലി ഡൗൺ ആയിപ്പോയി. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ അപ്പന്റെ ചേട്ടന്മാരെല്ലാം കൂടി എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചപ്പോൾ വല്ല ഹാർട്ട് ബീറ്റ്സ് കൂടുന്ന ഒരു പ്രയാസം എനിക്കുണ്ടല്ലോ, ഹാർട്ടിന്റെ വല്ല ഡോക്ടറെ കാണിക്കാനാണ് പോയതെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്, എന്നെ അവിടെ കൊണ്ടുപോയപ്പോ ആ ബോർഡ് വായിക്കുന്ന സമയത്ത് മനോരോഗ വിദഗ്ധൻ, ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ് നടന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. മനോരോഗ വിദഗ്ധൻ എന്നുള്ള ബോർഡ് കണ്ടപ്പോ ഒരുപാട് മാനസിക രോഗികൾ വന്ന അവരുടെ കൂട്ടത്തിലേക്കാണ് എൻ്റെ അപ്പനും എൻ്റെ ചേട്ടന്മാരും എൻ്റെ അമ്മയും ഒക്കെ എന്നെ കൊണ്ടുപോയത്. അപ്പൊ അതിൽ അപ്പന്റെ ചേട്ടന്മാർ മരിച്ചുപോയി, എൻ്റെ അപ്പനും മരിച്ചു, അമ്മ ദൃക്സാക്ഷിയാണ് ഇപ്പോഴും. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചത് എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, മാനസികമായിട്ട് ഈ കുട്ടി വളരെ ഇതായിട്ടിരിക്കുകയാണ്, മെന്റൽ ഡിപ്രഷനായിട്ട് അവളിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വളരെയധികം ഇനി വേദനിക്കുവാനായിട്ട് ഇടയായി. ദൈവമേ, എനിക്ക് മെന്റൽ ആണോ എന്ന് പോലും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. അതായത് അത്രയും ഭർത്താവിന്റെ രോഗത്തിൽ ഞാൻ അത് മാനസികമായിട്ട് ഞാൻ അങ്ങ് തകർന്ന് തരിപ്പണമായി പോയി. അങ്ങനെയുള്ള അവസ്ഥയിലാണ് എൻ്റെ ദൈവം ഇത്രത്തോളം എന്നെ സഹായിച്ചു. മരിച്ച വീട്ടിൽ ഞാൻ പോകത്തില്ലായിരുന്നു. മരിച്ച വീട്ടിൽ പോകണമെങ്കിൽ എനിക്ക് പേടിയാണ്, ഹൃദയമിടിപ്പ് കൂടും. എൻ്റെ നാട്ടിൽ തന്നെ ആ സമയത്ത് ഒരു പേര് കേട്ട ഒരു വ്യക്തി മരിച്ചിട്ട്, എന്നെക്കാട്ടിലൊക്കെ 2-3 വയസ്സ് പ്രായം കൂടുതൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹം നല്ല നാടിനൊക്കെ നന്മ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ആ വ്യക്തി മരിച്ച സമയത്ത് പോലും എനിക്ക് ഭയങ്കര ഹൃദയമിടിപ്പും ഭയങ്കരമായ മെന്റൽ ഡിപ്രഷനിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ ദൈവം എത്ര നല്ലവനാണ്. ഈ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം നൽകും, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഓർത്താല് ഇനി എത്ര ആൾക്കാർ നമ്മളോട് എതിർത്താലും, എത്ര ആൾക്കാർ നമ്മളെ ഇനി മരണകരമായ ഒരു പ്രയാസം വന്നാൽ പോലും ഈ ദൈവത്തെ വിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്കും മാറിപ്പോകത്തില്ല എന്ന് എൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു. കാരണം അത്രമാത്രം അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു പ്രാവശ്യം ഈ ചിക്കൻ ബോക്സ് വന്നു. അത് 2006 ചിക്കൻ ബോക്സ് വന്നത്. 2006 ചിക്കൻ ബോക്സ് വന്നിട്ട് എനിക്ക് എങ്ങനെ ഈ രോഗത്തിൽ നിന്നൊരു മുക്തി നേടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി അന്ന് പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചപ്പോ അന്ന് തന്നെ സൗഖ്യം കിട്ടി. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം എനിക്കും സൗഖ്യം തരാൻ മതിയായവനല്ലേ, പാസ്റ്റർ ഒന്ന് വിളിച്ചു നോക്കാന്ന് വെച്ചാൽ അവരെ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. ഹിന്ദു സിസ്റ്ററെ പ്രാർത്ഥനയ്ക്ക് വരണം, കൺവെൻഷൻ ഉണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുമായിരുന്നു. പക്ഷെ ഞാൻ അത് പോകത്തില്ല, അവരുടെ മൈൻഡ് പോലും ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്താണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഞാൻ അങ്ങനെ വിളിച്ചു, പാസ്റ്റർ വിളിച്ചപ്പോ പാസ്റ്റർ വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു പോയ അന്ന് തന്നെ എനിക്ക് ഭയങ്കര ഒരു വിടുതലായിരുന്നു. ആങ്ങളൊക്കെ എങ്ങനെ വിടുതൽ കിട്ടിയോ അതുപോലെ. പക്ഷെ അത് ദൈവത്തെ വീണ്ടും രുചിച്ചറിയാൻ ഒരു മുഖാന്തരമായിട്ട് ഞാൻ കണക്കാക്കി. അങ്ങനെ ഞാനത് ചിക്കൻ ബോക്സ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് തന്നെ ആയാലും നമ്മുടെ ആലയത്തിലേക്ക് വരണം, പ്രാർത്ഥിക്കാൻ വരണം എന്നൊക്കെ പാസ്റ്റർ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി. അങ്ങനെയാണ് ഞാൻ ഈ പെന്തക്കോസ്റ്റ് ചർച്ചിലേക്ക് ഞാൻ കടന്നു പോകുന്നത്. പക്ഷെ
അതിന് മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ്, ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഈ യേശുവിനെ അറിയുന്നതിന് മുമ്പ് എൻ്റെ മോൻ ഒരു 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ മോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു പ്രാവശ്യം കരയുന്നത് ഞാൻ കണ്ട്. എൻ്റെ ഈ മോൻ വലുതാകുന്നത് വരെ കാണാൻ ഈ അച്ഛന് ഭാഗ്യം ഉണ്ടാവുമെന്ന്. അപ്പൊ അതൊക്കെ എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കാനായിട്ടിടയായി. ദൈവമേ, ആ ഈ ഈ ആ മകൻ, പിന്നീട് ഞാൻ എൻ്റെ അനുഭവം പറയാണ്, ആ മകൻ സ്നാനപ്പെടുന്നത് കാണാനും ആ മകൻ ഒരു ദൈവദാസനായി കാണുന്നത് കാണാനും ഒക്കെയും ആ പിതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. ഇപ്പോഴും ആൾ ആരോഗ്യത്തോടെ ഉണ്ട്. 26 വർഷമായി അദ്ദേഹത്തിന് കിഡ്നി രോഗം വന്നിട്ട്. അദ്ദേഹത്തിന് ശേഷം വന്ന എത്രയോ പേര് നമ്മുടെ നാട്ടിൽ തന്നെ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തീരാ കിടക്കയിൽ, അതായത് രോഗക്കിടക്കയിൽ അഭയം പ്രാപിച്ചപ്പോൾ, അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം നമ്മളെ മാനിച്ച് ഈ ദൈവത്തെ അറിയുവാൻ എനിക്ക് മുഖാന്തരം ആയി എന്നല്ലാതെ, എനിക്ക് വേറെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ആ ദൈവിക സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലുതാണ്. അതുപോലെ അങ്ങനെ ഞാൻ ഈ ചർച്ചിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഈ മുല്ലക്കര സാറ് നമ്മളെ രക്ഷിക്കപ്പെട്ട 2006-ലാണ്. അത് 2007-ലാണ് സാർ ഈ അനുഭവത്തിലാവുന്നത്. മുല്ലക്കര ദേവസ്വം സാർ ഈ രക്ഷയുടെ അനുഭവത്തിലേക്കാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ആദ്യമൊക്കെ എന്നോട് എതിർത്തു. എന്നോട് പറഞ്ഞു, വേണ്ട, പിന്നെ നമ്മൾക്ക് ഈ സാറിന്റെ കൂടെ തന്നെ അങ്ങ് നിൽക്കാം, പിന്നെ അല്ലാതെ പെന്തക്കോസ്ത് ചർച്ചിലൊന്നും വരാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഭർത്താവ് എന്നോട് കുറെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ, അല്ല, എന്ത് തന്നെ ആയാലും പോണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ചിട്ട് ഞാൻ ചർച്ചിലേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ പിന്നെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ. അവിടുത്തെ ആ കയ്യടിയും പാട്ടും ഒന്നും എനിക്ക് അത്ര എനിക്ക് എന്റെ മനസ്സിന് അത്ര ഒരു ഇതാവുന്നില്ല. എന്തൊരു ബഹളവാ, അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കുറെ വഴക്കുണ്ടാക്കി. പക്ഷെ ഞാൻ പറഞ്ഞു, സാരമില്ല, അതാണ് യഥാർത്ഥത്തില് ദൈവവചന ശുശ്രൂഷയും നമുക്ക് ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവിനെ ഞാൻ ഇങ്ങനെ ധൈര്യപ്പെടുത്തുമായിരുന്നു. പക്ഷെ പുള്ളിക്ക് അങ്ങോട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ എന്റെ നിർബന്ധത്തിന് വഴങ്ങി പുള്ളി ചർച്ചിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ 2006-ൽ ഞാൻ എന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവായ ഹൃദയത്തിൽ യഥാർത്ഥമായി സ്വീകരിച്ച് ഞാൻ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെച്ചോ, അന്ന് മുതൽ പ്രതികൂലത്തിന്റെ കാറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി. പ്രതികൂല കാറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഈ 2 കിഡ്നിയും ഇങ്ങനെ ചുരുങ്ങിപ്പോയി, ഏറ്റവും ചുരുങ്ങിയിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ കിഡ്നി ഓൾറെഡി ഇതായി തീർന്നു, പ്രവർത്തനരഹിതമായി തീർന്നു, ഇനി ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ, ഇതാണ് ഈ ഇദ്ദേഹത്തിന്റെ മുന്നിൽ കാണുന്ന 2 മാർഗം എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഡയാലിസിസ് ചെയ്യണം, അതല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. അപ്പൊ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഈ 2006-ലൊക്കെ, അന്നേരം നമുക്ക് ഇപ്പോഴൊക്കെ ആണെങ്കിൽ എല്ലായിടവും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ അന്നേരത്തൊക്കെ നമുക്കത് ചിന്തിക്കാം, അതിന്റെ ചെലവുകളും ഡയാലിസിസ് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാസർഗോഡ് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ, അവിടെ ഒന്ന് കൊണ്ടുപോയി നോക്കാം, അവിടെ കിഡ്നി എത്ര ഇതായാലും ചുരുങ്ങിയാലും അവിടെ സൗഖ്യമാകും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്, നമുക്കൊന്ന് അവിടെ പോയാലൊന്ന് എന്റെ ഫാദറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഫാദറിന്, നിന്റെ ആഗ്രഹമല്ലേ, പോവാ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഭയങ്കര ചാർജാ, 10-15 ദിവസത്തേക്ക് 30,000 രൂപയ്ക്ക് അന്നത്തെ കാലത്ത് വേണമായിരുന്നു. അച്ഛൻ പറഞ്ഞു, സാരമില്ല, അവന് സുഖം ആവുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറഞ്ഞു അവിടെ അങ്ങനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്ത സമയത്താണ് ഈ പുള്ളിക്ക് കിഡ്നിയുടെ, കാരണം കിഡ്നി വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് ഇവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മരുന്ന് ലിക്വിഡായിട്ട് പുള്ളിക്ക് കൊടുക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ആ ഓരോ മരുന്ന് കഴിക്കുന്തോറും ഇത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നി ചുരുങ്ങി കിടക്കുമല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ കുടിക്കുന്ന വെള്ളം മൊത്തം പുള്ളിയുടെ ദേഹത്ത് ഇങ്ങനെ നീര് വന്ന് വല്ലാത്തൊരവസ്ഥയിലായി. ഞാൻ പോയി നോക്കുമ്പോ പുള്ളി വല്ലാത്തൊരു ഇങ്ങനെ ശരീരം വീർത്ത് ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടു. അന്നേരം ഞാൻ ആ ആയുർവേദ ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ, വല്ല പ്രതീക്ഷയും ഉണ്ടോ, ഇത് ശരിയാകുമോ ഡോക്ടറെ? അന്നേരം അദ്ദേഹം പിന്നെയും പറയുന്നത് ശരിയാകുന്നത് തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് കൂടുതൽ വഷളായി തീരാൻ ഇടയായി തീർന്നു. പക്ഷെ എൻ്റെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോ ആരും എന്നോട് ഇത് പറയുന്നില്ല. കാരണം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാവുന്ന അവർക്ക് അറിയാവുന്നതുകൊണ്ട് എന്നോട് അവർ അത്രയും സീരിയസിന്റെ അവസ്ഥ പറയാതെ അവരൊരു ആംബുലൻസിന്റെ സഹായത്തോടെ അവർ, ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് പെരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം, കാസർഗോഡ് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ നിന്നാണ് അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ അടക്കം ആംബുലൻസിൽ പോവുക മെഡിക്കൽ
കോളേജിലേക്ക്, പരിയാരം മെഡിക്കൽ കോളേജിലേക്ക്. അപ്പൊ എന്റെ അച്ഛൻ പിന്നീട് പറയുന്നത് ഞാൻ കേട്ടതാണ്, ആ കാസർഗോഡ് മുതൽ പരിയാരം മെഡിക്കൽ കോളേജ് വരെ ഒരു 5 ലിറ്റർ ഫ്ലൂയിഡ് പുള്ളി ഇങ്ങനെ വായിൽ കൂടെ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് ഏകദേശം അവിടെ എത്തുന്നത് ഒരു അച്ഛൻ പുറത്തൂടെ ഈ വൊമിറ്റ് ചെയ്യുന്ന ഈ ലിക്വിഡ് പോലെ ഈ ബ്ലഡും വെള്ളം കലർന്ന ഈ ലായനി പുറത്തേക്ക് അച്ഛൻ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏകദേശം 5 ലിറ്ററോളം അങ്ങനെ ഇത് പുറത്തേക്ക് വന്നു. അപ്പൊ അച്ഛൻ അന്നേരം വിചാരിച്ചു, ഇല്ല ഇനി ഈ ഭരതന്റെ കാര്യം പോക്കാം, ഇനി ജീവിച്ചിരിക്കത്തില്ല എന്ന് അച്ഛൻ അന്നേരം തന്നെ കാണാം. അത് കാണുന്നവർക്കെല്ലാം ഭയാനകമായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാനിടെ. അപ്പൊ ഈ കാസർഗോഡുള്ള ഈ ഹോസ്പിറ്റലിൽ അവര് പരിയാരത്ത് പറഞ്ഞ് ഇങ്ങനെ വളരെ ക്രിട്ടിക്കൽ ഉള്ള സ്റ്റേജിലുള്ള ഒരു പേഷ്യന്റിനാണ് വരുന്നത്, അതുകൊണ്ട് അതിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം അവിടെ ചെയ്തു കഴിഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിൽ. അപ്പൊ അവിടെ നോക്കുമ്പോഴത്തേക്ക് ക്രിയാറ്റിൻ അങ്ങ് ഹൈ ആയി, HB കുറയുകയും ചെയ്തു, എല്ലാം ശരീരത്തിൽ കൂടേണ്ട അവസ്ഥയെല്ലാം കുറയുകയും കുറയേണ്ട കാര്യങ്ങളെല്ലാം കൂടുകയും ചെയ്തു. അങ്ങേയറ്റം ഇതായി. അപ്പൊ ICU കയറ്റിയെങ്കിലും കൂടെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് നോർമലായി പുള്ളിയുടെ നീരൊക്കെ വറ്റി. അപ്പൊ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് നെഫ്രോളജിസ്റ്റ് ബിജോയ് ആന്റണി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബിജോയ് ആന്റണി നല്ലൊരു ഡോക്ടർ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുന്നത്, ലൈഫ് ലോങ് ഡയാലിസിസ് ചെയ്യുന്നോ അതോ എപ്പോഴെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഞാൻ ഒരിക്കലും നമുക്ക് താല്പര്യമുണ്ട്, പക്ഷേങ്കിൽ നമുക്കതിന് വേണ്ടുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കര ഇതാണ്, അതുകൊണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല, ലൈഫ് ലോങ് അത് ഡോക്ടർ എന്തിനാ ചോദിച്ചതെന്ന് വെച്ചാൽ ലൈഫ് ലോങ് ഡയാലിസിസ് ആണെങ്കിൽ ഒരു മാസം ഒരു 12,000 രൂപ ഡയാലിസിന് മതിയാവും. കാരണം അതല്ല, എപ്പോഴെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വില കൂടി ഇഞ്ചക്ഷൻ ഉണ്ട്, അതല്ലെങ്കിൽ ബ്ലഡ് കയറ്റിയാൽ മതി. ലൈഫ് ലോങ് ഡയാലിസിസ് ആണെങ്കിൽ ഒരു മാസത്തിൽ ഒരു തവണ ബ്ലഡ് കയറ്റിയാൽ മതി. അതിപ്പോ ഓരോ B പോസിറ്റീവ് കിട്ടുന്നില്ലെങ്കിൽ തന്നെയും ക്രോസ് മാച്ചിങ് ഒക്കെ അവർ O പോസിറ്റീവ് ബ്ലഡ് കയറ്റും. അപ്പൊ അതുപോലെയല്ല, ഇഞ്ചക്ഷൻ ആകുമ്പോൾ അതിന് പൈസ കൂടുതലാ. അപ്പൊ 20,000 രൂപ ആവും എന്ന് പറഞ്ഞു ഒരു മാസം, അന്നത്തെ കാലത്ത് 2006, അതായത് 10-20 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഏതായാലും ലൈഫ് ലോങ് ഡയാലിസിസ് തെരഞ്ഞെടുത്തു. അപ്പൊ അതാകുമ്പോൾ ബ്ലഡ് കയറ്റി ഡയാലിസിസ് ചെയ്യാം. ഒരിക്കലും ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങൾ ആഗ്രഹിക്കും വേണം. ഞാൻ പറഞ്ഞു, ഇല്ല സാർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2006 പെരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഡയാലിസിസ് തുടങ്ങുന്നത്. പക്ഷെ എല്ലാവരും, നമ്മുടെ നാട്ടുകാരും എന്റെ സ്വന്തക്കാരും എന്റെ ഹസ്ബൻഡിന്റെ ബന്ധുക്കൾ, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഒത്തിരി ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ കഴുത്തിനാണ് ഈ കത്തീഡ്രൽ ഇട്ടും പെർമനന്റ് ആയിട്ടുള്ള ഫിസ്റ്റുല ഇവിടെയാണ് ചെയ്യുന്നത്, കയ്യില്. അപ്പൊ ആ കത്തീഡ്രൽ ഇട്ടിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇവർക്കെല്ലാം വിഷമായി, കാരണം ഇവിടെ ഈ പ്രാർത്ഥനയ്ക്കും പോകുന്നു, പ്രാർത്ഥന പറഞ്ഞിട്ട് ഭർത്താവിനെയും മക്കളെ എല്ലാം കൊണ്ട് ഈ പ്രാർത്ഥനയ്ക്കും പോയി, ഇവരൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർക്കെല്ലാം സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ, കാരണം അവർ ഈ ദൈവത്തിന്റെ സ്നേഹം അറിയാത്തവരല്ലേ. അപ്പൊ അതുകൊണ്ട് അവര് എന്നോട് പറഞ്ഞ്, ഒരു മാമൻ വിളിച്ചിട്ടാണ്, ബിന്ദുവിനോട് എങ്ങും പോകല്ലേ എന്ന് പറയണം, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്. ഇവരുടെ ഈ ഒരു മാമന്റെ വീട് ഞങ്ങളുടെ കുടുംബ വീടിന്റെ തൊട്ട് പുറകിലായിരുന്നു, അതായത് എന്റെ ഹസ്ബൻഡിന്റെ സ്വന്തം വീടിന്റെ തൊട്ട് പിറകിൽ ഒരു മാമന്റെ വീട്. അങ്ങനെ അവിടെ വന്നിട്ട് ഈ അമ്മമാരുടെ ഭാര്യമാരും എല്ലാവരും ഉണ്ട്. അപ്പൊ എനിക്കറിയാം ഇവരെല്ലാവരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുകയാണെന്നും എനിക്ക് അവരോടൊന്നും മറുപടി പറയണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ മുട്ടുമേൽ നിന്നു. ഞാൻ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ച് ഞാൻ മുട്ടുമേൽ നിന്നിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു കഴിവുമില്ല, പ്രാപ്തിയുമില്ല, അവരെല്ലാം ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർ, അവരെല്ലാം നല്ല എഡ്യൂക്കേഷൻ ആയിട്ടുള്ളവരാണ്, എനിക്ക് പക്ഷെ അതിനുള്ള യോഗ്യതയില്ല, കർത്താവെ നീ അടിയനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഹൃദയം നുറങ്ങി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഒരു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കും, എന്നോട് സംസാരിക്കാൻ അവര് കുറെ പേരുണ്ട്. അങ്ങനെ ഒരു മാമൻ എന്നോട് ഇങ്ങനെ ചോദിക്കാനായിട്ട്, നീ ഈ വിശ്വാസത്തിൽ വന്നിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് എന്നോട് ചോദിച്ചു. നിനക്ക് എന്തെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, എന്റെ ഹസ്ബൻഡിന് ഓൾറെഡി 2 കിഡ്നിയിൽ കല്ലുണ്ടായിരുന്നു. അപ്പൊ ആ കല്ലിന്റെ വേദനയിൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ വേദന കൊണ്ട് അങ്ങ് പൊളയും. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ബിന്ദു ഇനി ഇങ്ങനെ ഒരു വേദന വരികയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ നോക്കി നീ ജീവിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കണം, ഞാൻ ഈ ലോകത്തോട് വിട പറയുമെന്ന് പറഞ്ഞു. അതായത് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു മാനസിക നിലയിൽ പുള്ളി എത്തി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇന്നലൊക്കെ എന്റെ ഹൃദയം അങ്ങ് തകർന്ന് ദൈവത്തോട് നിലവിളിക്കും, എന്റെ കർത്താവേ നീ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കണേ, അദ്ദേഹത്തിന് ദൈവം ബലം കൊടുക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ അവിടത്തേക്ക് പോയി. അവരിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്
പെട്ടെന്ന് എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ വന്നു. കാരണം ഈ 2 കിഡ്നിയിലും വേദനയാൽ ഭാരപ്പെട്ട സമയത്ത്, അന്നപ്പോൾ മൊബൈലില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ മുല്ലക്കര സാറിനെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ പുള്ളി കിഡ്നിയിലെ കല്ലിന്റെ വേദനയാൽ വളരെ ഭാരപ്പെടുന്നു, സാർ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം സാറ് പറഞ്ഞു, മോളെ നീ ഒന്നും ഭാരപ്പെടണ്ട, നീ ഭരതിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുമെന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ ഭരതേട്ടനോട് സംസാരിച്ചിട്ട് എന്റെ കയ്യിൽ ഫോൺ തന്നു. അപ്പൊ എന്നോട് പറഞ്ഞ്, നിങ്ങൾ 10 മിനിറ്റ് ഭാര്യയും ഭർത്താവും രണ്ടുപേരും, അവന് വേദന ഉണ്ടായിക്കോട്ടെ സാരമില്ല, പക്ഷെ മുട്ടുമേൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും യൂറിൻ പാസ് ചെയ്യാൻ അവന് തോന്നുന്നു. അപ്പൊ 2 കല്ല് കിട്ടുന്നു. അപ്പൊ 2 കല്ലുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം, ഞാൻ നമ്മളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർക്കും അറിയാം, എന്റെ ഹസ്ബൻഡിനും. ഈ നമുക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അതിശക്തമായി പുള്ളിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഫസ്റ്റ് ആൻറ്റി, ഞാൻ ഒരു ലൈറ്റ് റോസ് കളറുള്ള ഒരു പാത്രം ഞാൻ എടുത്തു കൊണ്ട് കൊടുത്തു. അപ്പൊ അതിനകത്ത് ഈ യൂറിനോടൊപ്പം 2 കല്ല് കിട്ടി. അതെന്റെ ജീവിതത്തിൽ ആദ്യത്തെ ദൈവം എന്റെ കണ്ണ് തുറപ്പിച്ച ഒരു സാക്ഷ്യമായിരുന്നു. അതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് ദൈവമേ യേശു ജീവിക്കുന്നു, പക്ഷെ എന്തുകൊണ്ട് എന്റെ ആ ഒരു സംശയം എന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഉറപ്പിച്ചു, എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കുന്നതായത് കൊണ്ട് ആ കിഡ്നിയിലെ 2 കല്ലും പുറത്തു വരാൻ തക്കോണം, അതും പ്രാർത്ഥനയാല്, ഒരു ട്രീറ്റ്മെന്റോ ഒന്നുമല്ല. പക്ഷെ ഈ സാക്ഷ്യം ഞാൻ അവരോട് പറഞ്ഞു, നിനക്ക് യേശു എന്ത് ചെയ്തു, ഒരു സാക്ഷ്യം നീ പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ മാമൻ ചോദിച്ച സമയത്ത് ഞാൻ ഈ ഒരു അത്ഭുത സാക്ഷ്യം ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ധാരാളം വെള്ളം കുടിച്ചിട്ട് മൂത്രമൊഴിച്ച് ആർക്കായാലും കിഡ്നിയിൽ കല്ല് പോകുന്നുള്ള അവർക്ക് ആ ഒരു മറുപടിയാ. അപ്പൊ എന്നോട് പറഞ്ഞ്, ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കണം, യേശു എന്നല്ല വിളിക്കേണ്ടത്. ഞാനിപ്പോ ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിൽ നടന്നു പോവുകയാണെങ്കിൽ എന്റെ പേര് വിളിച്ചാലേ ഞാൻ വിളി കേൾക്കത്തുള്ളൂ, അല്ലാതെ ദൈവത്തിന് ദൈവമേ എന്ന് വിളിക്കണം, അല്ലാതെ യേശു അങ്ങനെയല്ല വിളിക്കേണ്ടതെന്നൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ പറഞ്ഞതാ. പക്ഷെ അങ്ങനെ പറഞ്ഞ അപ്പൊ മുല്ലക്കര സാർ അന്നേരം ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ട് ഒരു 3 ദിവസത്തെ ഒരു ധ്യാനം വെച്ച് അവിടെ ശിഷ്യത്വ പരിശീലന ധ്യാനവും ആന്തരിക സൗഖ്യ ധ്യാനവും. അപ്പൊ എന്റെ ഭർത്താവിന് എന്റെ പെങ്ങൾ നല്ല പോലെ നോക്കും, മൂത്ത ചേച്ചി. അപ്പൊ ആ മൂത്ത ചേച്ചീന്റെ അടുത്ത് ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ ധ്യാനത്തിൽ എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ എന്റെ അമ്മയുടെ അടുത്തൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ പോകുന്നത്, പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തോട് കരയാനായിട്ട് ഞാൻ പോവുക. എന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ ചെറുപുഴ ഈ പുളിങ്ങോ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആ ധ്യാന കേന്ദ്രത്തിൽ പോയി ഞാൻ ആ 3 ദിവസം അവിടെ പ്രാർത്ഥന കൂടി. എന്റെ ഹൃദയം വെള്ളം പോലെ ഹന്ന ദൈവസന്നിധിയിൽ എപ്രകാരം ഹൃദയം പകർന്നുവോ അതുപോലെ. പിന്നെ സാറ് ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നല്ലോ, ഞങ്ങളുടെ പാസ്റ്ററോടും കൂടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഒരു ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. കാരണം ഞാനിങ്ങനെ ആരൊക്കെയാണ് ഈ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വന്നെന്ന് പറഞ്ഞപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു അമ്മച്ചി, ഒരു സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത ഒരു അമ്മച്ചി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടിട്ട് ഞാൻ വിചാരിച്ചത് ഇവരറിയാതെ നിന്നതാ, ശിഷ്യത്വ പരിശീലനത്തിന് വന്നത് ആരെന്നൊക്കെയെന്നോ ഈ അമ്മച്ചി എഴുന്നേറ്റുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവരറിയാതെ എഴുന്നേറ്റ് നിന്നതാന്ന് ഞാൻ ഇങ്ങനെ എന്റെ പൊട്ടബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചു. പക്ഷെ അന്ന് വൈകിട്ട് അവിടെ ലേഡീസിനൊക്കെ ഓരോ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്കും ഈ അമ്മച്ചിയുടെ കൂടെയാണ് താമസിക്കാൻ ഒരു വീട്ടില് സൗകര്യം ഉണ്ടായത്. അപ്പൊ ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എങ്ങനെ ഈ വിശ്വാസത്തിൽ വന്നെന്ന് വെച്ചപ്പോ, എന്റെ ദൈവമേ ഞാൻ അന്നേരം എന്റെ വിശ്വാസം എത്ര ചെറുതായി പോയെന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് ഇടയായിരുന്നു. കാരണം അവരുടെ മക്കളും അവരുടെ ഹസ്ബൻഡും എല്ലാം ഈ യേശുവിനെ അറിഞ്ഞതിന് ശേഷം അവരെ വിട്ടു പോയപ്പോ അവർക്കൊരു പനി വന്ന സമയത്ത്, ദൈവമേ നിന്നെ പ്രതിയല്ലേ എന്നെ എല്ലാരും വിട്ടുപോയത്, എനിക്ക് ഇന്ന് ആരും ഇല്ലല്ലോ കർത്താവേ, ഇനി ഒരു പനി വന്നപ്പോ എനിക്ക് വെള്ളം വേണം, എനിക്ക് കുടിക്കാൻ പോലും എഴുന്നേൽക്കാൻ ഒരു ശക്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അവരാ കിടക്കുന്ന മുറിയിലേക്ക് വലിയൊരു വെളിച്ചം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടപ്പോ ആ വെളിച്ചം തന്നെ അവരോട് സംസാരിക്കുക, നീ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട്, യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ യേശുവിനായി. ആ പാട്ട് മൊത്തം ഈ പ്രത്യക്ഷപ്പെട്ട ഈ ദൈവത്തിന്റെ ദൂതൻ അവരോട് ഇങ്ങനെ ഈ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ഇവർ ഏറ്റുപാടെ അർദ്ധബോധാവസ്ഥയിൽ ഇതൊക്കെ സംഭവിക്കുന്നു. ഇവർ എന്നോട് ഈ കഥ പറയുക. അപ്പൊ അങ്ങനെ പിറ്റേത്തെ ദിവസം ഇവരൊരു പാസ്റ്ററും ഭാര്യയും വന്ന് ട്രാക്റ്റൊക്കെ കൊടുത്ത് ചർച്ചിലേക്ക് വിളിച്ചപ്പോ ആ അമ്മച്ചി പോകുന്ന സമയത്ത് അവിടുന്ന് ആദ്യം തന്നെ കേൾക്കുന്നത് ഈ യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ എന്നുള്ള ആ പാട്ടാണ്. അപ്പൊ ആ അമ്മച്ചി പറഞ്ഞ ആ സാക്ഷ്യം എനിക്ക് വളരെ എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ ആ പ്രാർത്ഥനയുടെ പിറ്റേത്തെ ദിവസം നമ്മുടെ ചില ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഓരോ ഗ്രൂപ്പുകൾ ഈ ശിഷ്യത്വ പരിശീലനത്തിൽ വന്നവർ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. അപ്പൊ ഒരു പ്രസംഗ വിഷയം വന്നിട്ട് പറഞ്ഞു, ഇന്ന്
നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് ബിന്ദുവിനെ നമുക്ക് തെരഞ്ഞെടുക്കാം, ഭരതന്റെ ബ്രദർ. അപ്പൊ നമ്മൾ അവിടെ പ്രേക്ഷിത വേല ചെയ്തതാ. 2002 മുതൽ 2006 വരെ നമ്മൾ അവിടെ പ്രേക്ഷിത വേല ചെയ്തത്. ഞാനും എന്റെ ഹസ്ബൻഡ് കുഞ്ഞിനെയും കൊണ്ട് എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു. എന്റെ ഹസ്ബൻഡ് അവിടെ കുക്കിങ്ങിനും എന്ത് വേണ്ട എല്ലാ കാര്യം. സാറിന് ഇപ്പോഴും മുല്ലക്കര സാറിനുണ്ട് ബിന്ദുവും ഭരതനും ആരാന്ന് വെച്ചാൽ അവര് സാർ ഇപ്പോഴും പറയും, കാരണം അത്രക്കും നമ്മളെ പ്രിയപ്പെട്ടവരായിരുന്നു സാറിന്. അപ്പൊ അങ്ങനെ ഈ 2007 നമ്മുടെ ഈ സാറൊക്കെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അപ്പൊ അവിടെ ഒരു മീറ്റിംഗ് വെച്ചപ്പോഴാണല്ലോ ഞാൻ പോയത്. അങ്ങനെ ഈ ഈ ഈ ഈ ആ ഗ്രൂപ്പിന്റെ ലീഡർ ആക്കിയിട്ട് എന്നെ തെരഞ്ഞെടുത്തു. അപ്പൊ ഞാൻ വിശദീകം എനിക്ക് എന്ത് യോഗ്യത കർത്താവേ, ഒരുപാട് ആൾക്കാരുണ്ട്, 10-35 ആൾക്കാരുടെ ഇടയിലാണ് എന്നെ ഒരു ലീഡറായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഒരു പ്രസംഗ വിഷയം കൂടെ തന്നു. അപ്പൊ ഇന്ന വിഷയം. അപ്പൊ ഞാനാണെങ്കിൽ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ട് എനിക്ക് എവിടാണ് പിന്നെ വചനം ഏത് ഭാഗത്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, ഞാൻ എന്ത് പ്രസംഗിക്കണം? ഞാൻ പാസ്റ്ററോട്, ഞങ്ങളുടെ പാസ്റ്റർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു പ്രസംഗ വിഷയം വന്നിട്ട് എന്താ പറയേണ്ടതെന്ന് പാസ്റ്റർ പറഞ്ഞു തരാമോ? അത് വിമർശിച്ച് അതങ്ങനെ പറഞ്ഞു തരണ്ടല്ല, ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ച് മേടിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി, കർത്താവേ ഞാൻ എന്തോ പറയണം, എനിക്ക് അറിയത്തില്ല, കർത്താവേ നീ എന്നോട് സംസാരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ റൂമിൽ വെച്ച് ദൈവം എന്നോട് സംസാരിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്നുള്ള ഒരു വചനം എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഈ വചനം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഉൽപ്പത്തി മുതൽ ഞാൻ ആ വചനം തപ്പാൻ തുടങ്ങി. ഇതെനിക്ക് എങ്ങനെ എവിടെയും കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് തന്നെ തപ്പിയെടുക്കണം എന്നുള്ള ഒരു വാഞ്ചയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കിടന്നു. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും ഞാൻ ചിന്തിച്ചു. അപ്പൊ അങ്ങനെ കിടന്ന സമയത്ത് എന്റെ വലത്തെ കാതിൽ ഒരു ശബ്ദം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൽ 8-ാം അധ്യായത്തിലല്ലേ മോളേന്ന്, അങ്ങനെ തന്നെ ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് ഞാൻ ചിന്തിക്കുന്നു അതെനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ ബൈബിൾ തുറന്നില്ല അന്ന് രാത്രി, അങ്ങനെ തന്നെ കിടന്നുറങ്ങി. പക്ഷെ രാവിലെ എഴുന്നേറ്റുടനെ ഈ ശബ്ദം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം തപ്പിയപ്പോ അതുപോലത്തെ ആ സെയിം വചനം അവിടെ കണ്ടതിനായിട്ട് ഞാൻ ഒത്തിരി ദൈവശബ്ദം കേട്ട ഒരു കാതാണ് ആന്റി. ഞാൻ ഒത്തിരി ദൈവത്തിന്റെ വചനമൊക്കെ എന്നോട് ആ സമയാസമയങ്ങളിൽ വേണ്ടുന്ന ദൈവിക ദൂതൻ എന്നോട് ദൈവം സംസാരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഈ 3 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലോട്ട് വരുവാ. അപ്പൊ ഈ അമ്മമാര് ചോദിക്കുന്ന ചോദ്യത്തില് ഈ ലാസ്റ്റ് ഇവര് വളരെയധികം എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ സംസാരിച്ചു. അതായത് നിന്റെ അത്ര അറിവ് നമുക്കില്ല, പക്ഷെ അവരൊക്കെ ഒരാൾ ബാങ്ക് മാനേജർ, ഒരാൾ ബാങ്കിൽ തന്നെ പിന്നെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്ന, ഒരാൾ RMS ആയിട്ട് വർക്ക് ചെയ്യുന്ന, അങ്ങനെ അവരൊക്കെ നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരാ. പക്ഷെ എന്നെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് അവർ പറഞ്ഞു, ഈ 3 ദിവസം നീ പോയല്ലോ ഡ്രസ്സൊക്കെ എടുത്തിട്ട്, ഹസ്ബൻഡിനെയും കൂട്ടാതെ കുഞ്ഞുങ്ങളെയും കൂട്ടാതെ, അത് എവിടെ പോയി നമുക്ക് എന്താ ഉറപ്പുള്ളതെന്ന് ചോദിച്ചപ്പോ ഞാൻ കരഞ്ഞു. കർത്താവേ, ഞാൻ എന്തിനാ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഞാൻ വിശ്വാസത്തിന് വേണ്ടി, എന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പോയെന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്റെ കരച്ചിൽ കേട്ടിട്ട് അപ്പുറത്തേക്ക് ഓടി വന്നു. പുള്ളിക്ക് തീരെ വയ്യ. ഒരു ഷർട്ടിനകത്തൊരു 1000 രൂപ ഇങ്ങനെ ഉണ്ടെന്നല്ലാതെ 45 കിലോയോളം പുള്ളി ആയിപ്പോയി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. അപ്പൊ പുള്ളി എന്റെ വലത്ത് കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കും, പക്ഷെ അന്നേരം ഒരു പ്രതീക്ഷയുമില്ല. കാരണം ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു, ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുക. പക്ഷെ വിശ്വാസത്തിന്റെ വാക്ക് എന്റെ ഹസ്ബൻഡ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം നിങ്ങൾ ഇനി ആരും ഞങ്ങളെ നോക്കിയില്ലെങ്കിലും നമ്മുടെ കർത്താവാണ് നമ്മുടെ വലത് കൈ പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ കർത്താവ് നമ്മളെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഒരു പ്രതീക്ഷയുമില്ല. കാരണം പുള്ളി ഓൾറെഡി ടയേർഡായി കിടക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് സംഭവിക്കും, നാളെ തന്നെ പുള്ളി അത്രയ്ക്കും ബോഡി വീക്കാ, നാളെ തന്നെ മരണം പോലെ സംഭവിച്ചേക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് പുള്ളി ഉള്ളത്. പക്ഷെ എന്നേരത്ത് പോലും വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം കേട്ടു. അപ്പൊ അങ്ങനെ എന്റെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഡയാലിസിസിനാവട്ടെ 1 രൂപ പോലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങനെ തള്ളിവിട്ടു. അപ്പൊ അതിനുശേഷം ഞാൻ ഇതെല്ലാം ഓപ്പണായി പറഞ്ഞത് ചിലപ്പോൾ അവര് കേൾക്കുമായിരിക്കാം, പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ കർത്താവ്, എൻ്റെ അമ്മനേക്കാൾ എൻ്റെ അപ്പനേക്കാൾ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, ഇപ്പോഴും എന്നെ നടത്തുന്ന ദൈവം, ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആര് പറയും? അങ്ങനെ ആ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വേറൊരു അനിയൻ പറഞ്ഞു എന്നോട്, പിന്നെ ഇങ്ങനെ ചേട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ തൊട്ടടുത്ത് ഒരു ക്ഷേത്രം ഉണ്ടായില്ലേ. നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം നമ്മൾ ആ ക്ഷേത്രങ്ങളൊന്നും വിസിറ്റ് ചെയ്യാറില്ല. നമ്മൾ അവർക്ക് വിട്ടിട്ടാണല്ലോ ഈ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. കാരണം ഈ കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തെക്കൻ മേഖലകളെ പോലെയല്ല. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം ദേശമാണ്. അവിടെ ഒരാൾ വിശ്വാസത്തിന് ഇറങ്ങണമെങ്കിൽ വില കൊടുക്കണം. കാരണം
ആഭരണം എന്താന്ന് ചോദിച്ചാല് നിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആൾക്കാര്. എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടാണോ നീ ആഭരണം ഊരിയെന്ന് പോലും ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം വില കൊടുത്താലേ ഒരു വിശ്വാസി അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുപോലത്തെ ഒരു ദേശമാണ് കാസർഗോഡ് ദേശം. ഞങ്ങളുടെ പാസ്റ്റർക്കൊക്കെ അറിയാം. ഞങ്ങളുടെ പാസ്റ്റർ ഇപ്പൊ 26 വർഷം കൊണ്ടായി ഞങ്ങളുടെ പാസ്റ്റർ തന്നെയാണ് ഞങ്ങളുടെ ചർച്ചിലുള്ളത്. കാരണം അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു പ്രത്യേക ദൈവകൃപയില്ലാതെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഒരനിയന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു നേർച്ച നേർന്നു. 1000 ആണെന്ന് എന്റെ ചിന്ത. ഇനി 101 ചുറ്റുവിളക്ക് കത്തിക്കാൻ വേണ്ടി. അത് എന്റെ ഹസ്ബൻഡിന്റെ കൈ കൊണ്ട് തന്നെ ചുറ്റുവിളക്ക് കത്തിക്കാൻ വേണ്ടി നേർച്ച എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറ്റത്തില്ല? അത് ഭയങ്കര വിഷയമായി. ഞാൻ പറഞ്ഞു ഞാൻ യേശുവിനെ അറിഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിന്റെ പൈതല, എന്റെ ഭർത്താവ് യേശുവിന്റെ പൈതല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് കത്തിക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതിനൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അത് പോട്ടെ, അതവിടെ ഞാൻ വിടുക. അങ്ങനെ ആന്റി ഞങ്ങൾ സ്നാനപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത്, ഈ പുള്ളിക്ക് ഇങ്ങനെ ഈ ക്രിയാറ്റിൻ ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം മുട്ട് വരും. ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് ചെയ്തേ മതിയാവത്തുള്ളൂ. അങ്ങനെ പുള്ളിക്ക് ഇറിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഈ സ്നാനപ്പെടുന്നതിന് നമ്മൾ രണ്ടും കൂടെ സ്നാനപ്പെടുന്നതിന് ഒരേ ദിവസം സ്നാനപ്പെടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പാസ്റ്റർ ദൈവം അതിനെ സഹായിക്കുമെന്ന് വെച്ചാൽ ദൈവം അതിനെ സഹായിക്കുന്നു പാസ്റ്റർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സ്നാനത്തിന് തയ്യാറെടുക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഒരു ഡയാലിസിസ് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം സ്നാനത്തിന് പോകാം. അങ്ങനെയാണെങ്കിൽ അത്ര വലിയ ക്ഷീണം കാണത്തില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കാണ്, 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് ശ്വാസം മുട്ട് വരും. അങ്ങനെ ഒരു ദിവസം ഡയാലിസിസ് കഴിഞ്ഞ് പിറ്റത്തെ ദിവസമാണ് സ്നാനത്തിന് രാവിലെ നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് പുള്ളിക്ക് അതുവരെ ഇല്ലാത്തൊരു ശ്വാസം മുട്ടും അസ്വസ്ഥതകളും. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞങ്ങളൊക്കെ ട്രെയിനിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ ദൈവദാസൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ സ്നാനക്കുളത്തിലിറങ്ങി സ്നാനപ്പെട്ടതിന് ശേഷം പുള്ളിക്ക് ആ ശ്വാസം മുട്ടൽ എങ്ങോട്ട് പോയി എന്നറിയുന്നില്ല. അതുപോലെ പിശാചിന്റെ ഭയങ്കര ഒരു പോരാട്ടമായിരുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം നമുക്കുണ്ടായ അനുഭവം. ഞാൻ വിശ്വാസത്തിന് വേണ്ടി സത്യം പറഞ്ഞാല് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനായിട്ടിടയായി, ദൈവമേ, നീ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നല്ലോ കർത്താവേ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഡയാലിസിന് ഒരു ദിവസം 1000 രൂപ വേണം. 1000 രൂപ വേണം. അപ്പൊ അങ്ങനെ ആദ്യമൊക്കെ എല്ലാവരും തരുമായിരുന്നു. ഈ അമ്മമാരൊക്കെ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവര് മക്കളെ പോലെ തന്നെയാ. ഈ നമ്മുടെ നാട്ടില് പെങ്ങളുടെ മക്കളെ മരുമക്കൾ എന്ന് പറഞ്ഞു. മരുമക്കളെ അതുപോലെ സ്നേഹിക്കുന്നവരാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മരുമക്കൾ എന്ന് പറഞ്ഞാൽ ഈ തെക്കൻ നാടുകളിൽ അർത്ഥം മാറി. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. നമുക്ക് പിന്നെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മാമന്മാരാ അവര്. അപ്പൊ ആദ്യമൊക്കെ ഡയാലിസിന് എല്ലാവരും പൈസ തന്നു. എന്റെ അച്ഛൻ അന്നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, TTI ആയിട്ട് വർക്ക് ചെയ്തോണ്ട്. അപ്പൊ അച്ഛനും തരും ഇഷ്ടം പോലെ പൈസ. അങ്ങനെയൊക്കെ ആദ്യമൊക്കെ എല്ലാവരും നിന്ന്. പിന്നെ ആകുമ്പോൾ ഡയാലിസിന് ആരും പൈസ തരാൻ ആർക്കും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായി. അങ്ങനെ ഒരു ദിവസം ഡയാലിസിന് പോകാൻ നേരത്ത് എന്റെ കയ്യിൽ വെറും 800 രൂപ മാത്രമുണ്ട്. 1000 വേണം, ബസ് ചാർജ് കൂടാതെ 1000 വേണം. പക്ഷെ 800 രൂപയും ബസ് ചാർജും ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിച്ചങ്ങ് ഇറങ്ങാം, എന്റെ ദൈവം വലിയവനാ. എന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിശ്വാസം കടന്നു വന്നു ആന്റി. അപ്പൊ അങ്ങനെ ഭർത്താവ് പറഞ്ഞു, 800 രൂപയും കൊണ്ട് അവരോട് എങ്ങനെ കടം പറയുന്നത്? ഞാൻ പറഞ്ഞു, കടമല്ല, ദൈവം കരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിലേക്ക് ബീർശ്ശേരി ഗേറ്റ് വരെ ഇച്ചിരി നടക്കാനുണ്ട്. നമ്മൾ കഥയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന സമയത്ത് ഗേറ്റ് അടച്ചേക്കുക. ഗേറ്റ് അപ്പുറത്ത് കടന്നിട്ട് വേണം നമുക്ക് ബസ് കയറാനായിട്ട്. അപ്പൊ ഗേറ്റ്, ഞാൻ പറഞ്ഞു ബസ് വന്ന് വാ പോവാൻ നോക്കി ഇദ്ദേഹത്തിന്റെ കൈയും പിടിച്ച് ഞാൻ ഗേറ്റ് കടന്ന് നോക്കുമ്പോൾ എന്നെ 8ാം ക്ലാസ്സിൽ പഠിച്ച ജോർജ് മാഷ് ബയോളജി പഠിപ്പിച്ച്. ഞാൻ വിചാരിച്ചു, ദൈവമേ, ആ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആന്റി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ആ സംഭവത്തിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഞാൻ ജോർജ് മാഷെ കണ്ടു. അപ്പൊ സാറ് ബൈക്കിൽ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് ചോദിച്ചു, എന്താ മോളെ, സുഖമാണോ? ഇത് ഹസ്ബൻഡാണോ, എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, സാറേ ഒന്നും പറയാൻ സമയമില്ല, ഡയാലിസിന് പോവാന്ന് പറഞ്ഞു. അവിടെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം പേഴ്സ് തുറന്ന് 200 രൂപ എടുത്തു തന്നു. ഞാൻ ചിന്തിച്ചത്, ദൈവമേ, അദ്ദേഹത്തിന് ഒരു 100 രൂപയോ അല്ലെങ്കിൽ ഒരു 300 തരാനല്ല, ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് കറക്റ്റ് സമയത്ത് ഏലിയാവിനെ ആ കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും കൊടുത്ത് ദൈവം പോഷിപ്പിച്ചെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ അന്നന്ന് വേണ്ടുന്നത് തന്നിട്ടാണ് എന്റെ ദൈവം എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമായിരുന്നു. എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമായിരുന്നു. കാരണം ഏത് സമയത്ത് എങ്ങനെയെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡയാലിസിസ് നമ്മളിങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണല്ലോ. ഞാൻ ഈ ബൈബിൾ എടുത്തുകൊണ്ട് പോയി ഞാൻ ഈ 4 മണിക്കൂർ പുറത്തിരുന്ന് ബൈബിൾ വായിക്കും.
അന്നൊന്ന് ഒപ്പം ഓരോരുത്തരോട് സുവിശേഷം ഞാൻ പറയുമായിരുന്നു. എനിക്ക് ഈ സുവിശേഷം പറയാനുള്ള ഒരു താലന്ത് കർത്താവ് തന്നതുകൊണ്ട് ഞാൻ അവിടെയുള്ള എല്ലാവരോടും, യേശുവാണ് ജീവിക്കുന്ന ദൈവം, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടും, യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യത കിട്ടും, അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു അവരോട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പിന്നെ അവർക്കത് കേൾക്കും, ചിലരൊക്കെ കേൾക്കും, ചിലരൊക്കെ എതിർക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ദിവസം ഡയാലിസിസിന് അന്ന് ഡയാലിസിസ് വാങ്ങണം, ട്യൂബ് വാങ്ങണം, ബ്ലഡ് കയറ്റണം, എല്ലാം കൂടി നമുക്ക് 3000 രൂപയുടെ ചെലവ് അന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു തവണ അങ്ങനെ ഒരു ചെലവുണ്ട്. കാരണം ഡയാലിസിസൊക്കെ ഒരു 10-12 ഡയാലിസിസ് മാക്സിമം ചെയ്യും, അതിനുശേഷം അത് റിമൂവ് ചെയ്യും. അതുപോലെ ട്യൂബും അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ട്യൂബ് റിമൂവ് ചെയ്ത് വേറെ ട്യൂബ് മേടിക്കണം, ബ്ലഡും കയറ്റണം, അങ്ങനെ എല്ലാം കൂടി നല്ലൊരു പൈസ അന്ന് വേണം, 3000 രൂപ വേണം. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ സൈക്കിൾ ഷോപ്പിലെ ഗംഗേട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സുഹൃത്താ, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒന്ന് ഞാൻ പോയിട്ട് അദ്ദേഹത്തോട് കടം ചോദിക്കാം, പിന്നീട് നമുക്കത് കൊടുക്കാന്ന് പറഞ്ഞു. അദ്ദേഹം അത്യാവശ്യം കടം തരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ പോയി മേടിക്കും, നമുക്ക് പിന്നെ കൊടുക്കാം, അച്ഛൻ അയച്ചു തന്നാൽ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പോയി ചോദിച്ചപ്പോ പിന്നെ ഗംഗേട്ടൻ പറഞ്ഞു, യോ എന്റെ വലുതായി ഇന്ന് ഒന്നുമില്ല എന്റെ കയ്യിൽ, ഒന്നും ഒരു തിരിമറിക്കാൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തൊട്ടടുത്ത കടയിൽ ദൈവത്തിന്റെ ഒരു കരുതലായി. ഇപ്പൊ ഇത് കേൾക്കുന്നവർക്ക് ചിലപ്പോ തോന്നിയേക്കാം ഒരു വിശ്വാസമില്ലാത്തവർക്ക് ഇതൊരു ഒരു അതിശയമായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷേ ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് ഞാനത് കൃത്യമായിട്ട് ഇവിടെ പറയാനായിട്ട് ഇടയായിത്തീരുന്നത്. കാരണം എന്റെ ഹസ്ബൻഡ് തൊട്ടടുത്ത ഹോട്ടലിൽ, ചെറിയൊരു ഹോട്ടലാണ്, അവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറി, ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി കയറിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഗംഗേട്ടൻ വന്നിട്ട് വിളിച്ചു, ആ ഭരതൻ പോയോ എന്ന് ചോദിച്ചു. അപ്പൊ ഹോട്ടലുടമ പറഞ്ഞു, ഇല്ല പോയില്ല, ഇവിടെ ചായ ചായ കുടിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് വരണേന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഭരതേട്ടൻ പോകുമ്പോഴത്തേക്കും ഉണ്ട് അവിടെ വലിയൊരു ആചാരവാഹുവായ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നു. അപ്പൊ ഈ ഗംഗേട്ടൻ അദ്ദേഹത്തോട് പരിചയപ്പെടുത്തി കൊടുക്കും, ഇത് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റാ, നിങ്ങൾ ഇദ്ദേഹത്തിന് എത്ര കൊടുത്താലും അതിലൊന്നും ഒരു കുറവും വരത്തില്ല, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഡയാലിസിസ് ചെയ്യുന്ന ഒരു മനുഷ്യനാന്ന് പറഞ്ഞു. അദ്ദേഹവും പറയുന്നില്ല ഇത്ര രൂപ കടം വാങ്ങുന്നൊന്നും അദ്ദേഹവും പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ പാന്റിന്റെ കീസിൽ നിന്ന് കുറച്ച് രൂപ നോട്ട് എടുത്തിട്ട് ഹസ്ബൻഡിന്റെ കൈ കൊടുത്തു. ഹസ്ബൻഡ് അതുപോലെ മേടിച്ച് പാന്റിന്റെ കീസിലിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് 6 500ന്റെ നോട്ടുകൾ. എന്റെ ദൈവത്തിന് അറിയാം, 800 രൂപ വേണ്ട സമയത്ത് 800, 100 രൂപ വേണ്ട സമയത്ത് 100, 3000 വേണ്ട സമയത്ത് 3000. എന്താണ് നമ്മുടെ ആവശ്യങ്ങളെന്ന് നമ്മുടെ കർത്താവിന് നന്നായിട്ട് അറിയാം. അതുപോലെ നമ്മുടെ ദൈവദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസത്തിൽ വളർത്തി, നമ്മുടെ പത്യോപദേശത്തിലും വളരെ ശിക്ഷണത്തിലും വളർത്തിയ ഒരു ദൈവത്തിന്റെ ദാസന എന്റെ ഇപ്പോഴത്തെ. അന്നും അദ്ദേഹമാണ് ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് വളരെ സ്ട്രിക്റ്റാ. കാരണം ഒരു ഞായറാഴ്ച പോലും ആരാധന മുടക്കാൻ അദ്ദേഹം നമ്മളെ സമ്മതിക്കത്തില്ല. ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ട് 2006 മുതൽ ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അത്യാവശ്യം വളരെ എമർജൻസി കേസിൽ അത്രയും ഒരു ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ ഞാൻ എൻ്റെ ആരാധന മുടക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സൺഡേയും ഇപ്പോഴും ഇവിടെ വരുമ്പോഴും ഞാൻ ഇവിടെ ജോലിക്ക് പോകുമ്പോഴും ഞാൻ പറയും, എനിക്ക് സൺഡേ ദൈവത്തെ ആരാധിക്കാൻ പോകണം. അങ്ങനെ ഒരു പെർമിഷൻ ഉള്ള സ്ഥലത്ത് മാത്രമേ, സ്ഥാപനത്തിൽ മാത്രമേ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ. കാരണം അതെന്റെ ദൈവദാസൻ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഭയങ്കര ഒരു കാര്യം കൂടെ ആയതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ മുടക്കത്തേ ഇല്ല. അങ്ങനെ ഒരു അപ്പൊ ഡയാലിസിസ് ഇങ്ങനെ റൊട്ടേഷനായി വരും, 3 ദിവസം കൂടുമ്പോൾ ചില സമയത്ത് സൺഡേ വരും. ഞാൻ ആ സിസ്റ്റർമാരോട് പറയും, സിസ്റ്റർ ദയവ് ചെയ്ത് സൺഡേ ഡയാലിസിസ് തരരുത്, എനിക്ക് ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണെന്ന് പറയും. അപ്പൊ ഒരു ദിവസം സിസ്റ്റർ പറഞ്ഞു, ബിന്ദു ഒരു രക്ഷയില്ല, ഇനി ഞായറാഴ്ചയേ ഉള്ളൂ ഡയാലിസിസ്, ബാക്കി എല്ലാ ദിവസവും എല്ലാവർക്കും ഞായറാഴ്ച ലീവ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്റർ അങ്ങനെയാണെങ്കിൽ 10 മണിക്ക് എനിക്ക് ഒഴിവായി തരണം. അപ്പൊ 6 മണിക്ക് ഡയാലിസിസ് ചെയ്യണം, 6 മണിക്ക് കറക്റ്റ് 6 മണിക്ക് തുടങ്ങിയാൽ മാത്രമേ 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആവത്തുള്ളൂ. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം, 6 മണിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെ വെളുപ്പിനെ ഞങ്ങൾ അങ്ങ് പോയി ഡയാലിസിന്. 6 മണിക്ക് അവിടെ എത്തി, പെരിയാർ മെഡിക്കൽ കോളേജിൽ എത്തി ഡയാലിസിസ് ഒക്കെ ചെയ്തു. അപ്പൊ അതിനു മുമ്പേ ഒരു സംഭവം ഉണ്ടായി. കാരണം ഈ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഇടയിൽ പുള്ളിക്ക് പിന്നെ ഒരു ദിവസം മാത്രം ഞാൻ പുള്ളിയെ കൊണ്ട് ഡയാലിസിന് പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എന്റെ വല്യമ്മയുടെ വീട്ടിൽ, ഇപ്പൊ വല്യമ്മ മരിച്ചുപോയി, ഒരാഴ്ചയായി വല്യമ്മ മരിച്ചിട്ട്. ആ വല്യമ്മയുടെ വീട്ടിൽ എനിക്ക് ഒരു അത്യാവശ്യ ജോലി ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ജോലിക്ക് പോയി. അപ്പൊ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സ്ക്രീനിൽ എന്ന പോലെ ഞാൻ ഇങ്ങനെ കാണുന്നു, അന്നേരത്തൊക്കെ ലാൻഡ് ഫോൺ അല്ലേ, ലോങ് ബെല്ല് എനിക്ക് ഇങ്ങനെ വരുവാ. ലോങ് ബെല്ല് വന്നപ്പോ ഞാൻ പോയി വേഗം ഫോൺ എടുത്തപ്പോ, ഇത് ഭരതൻ കെയുടെ വീടല്ലേ? ഞാൻ അന്നേരം പറയുന്നു ആന്ന്. അപ്പൊ പിന്നെ ആണുങ്ങൾ ആരില്ല അവിടെ കൊടുക്കുന്നു പറയുമ്പോ ഞാൻ എൻ്റെ അച്ഛന് ഫോൺ കൈമാറുന്നു. ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്നു. വീട്ടിലെല്ലാരും, അച്ഛൻ ഇങ്ങനെ ചോദിക്കും അവരോട്, ഇതൊക്കെ ഞാൻ കാണുന്നു, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ കാണുക. അപ്പൊ ഞാൻ ദൈവം ഞാൻ എന്താ ഇങ്ങനെയൊക്കെ കാണുന്നു, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്.
പക്ഷെ അന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മ ഇന്ന് ഭരതേട്ടൻ തീരെ വയ്യാണ്ടാന്നോ പോയി? അല്ല, ചിരിച്ചുകൊണ്ട് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടാ പോയത്, എന്തേന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് ദൈവം ഓരോ ഗൈഡൻസ് തരുന്നതാ. അപ്പൊ അങ്ങനെ ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. പക്ഷെ എങ്ങനെ ഈ ഈവനിങ്ങിൽ എങ്ങനെ ദൈവം കാണിച്ചു തന്നു, അതുപോലെ 9 മണിക്ക്, കറക്റ്റ് 9 മണിക്ക് ലോങ് ബെല്ല് വന്നു. ഞാൻ വേഗം പോയി ലാൻഡ് ഫോൺ എടുത്തു. ഭരതൻകയുടെ വീടല്ലേ, ആണുങ്ങളില്ലേ ഇവിടെ, കൊടുക്കുന്ന് ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ദൈവമേ, പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം ഓരോ മുന്നറിയിപ്പ് നമുക്ക് കാണിച്ചു തരുന്നതാ. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ അച്ഛന് ഫോൺ കൊടുത്തു. അച്ഛൻ പെട്ടെന്ന് അപ്സെറ്റ് ആയി. ഞാൻ എങ്ങനെ ദൈവം എന്നെ കാണിച്ചു തന്നു, അതുപോലെ സംഭവിക്കുക. അപ്പൊ അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, മോളെ ഞാനൊരു മിനിറ്റ്, ഞാൻ പെരിയാർത്തൊന്ന് പോയിട്ട് വരാം. ഒന്നുമില്ല, നീ വിഷമിക്കൊന്നും വേണ്ട, ഒന്നുമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞ അടുത്തുള്ള വിജയേട്ടൻ, നന്ദേട്ടൻ, അവരുടെ പിന്നെ ബന്ധുക്കള്, അവരുടെ അനിയന്മാരൊക്കെ കൂട്ടിയിട്ട് ഒരു വണ്ടി വിളിച്ച് അച്ഛൻ പോയി, പെരിയാർ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പൊ അന്ന് രാത്രി എനിക്ക് മനസ്സിലായി എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായി. എന്റെ അച്ഛൻ എന്നോട് മറച്ചു വെക്കുന്നതാ, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾ എന്നോട് മറച്ചു വെക്കുന്നതാണ് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ മോൻ അന്നേരം 7 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. 7 വയസ്സുണ്ടോന്ന് പോലും എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ 6 കരങ്ങളും കോർത്ത് പിടിച്ച് മുട്ടുമേൽ നിർത്തി ഞാൻ കുഞ്ഞുങ്ങളെ മുട്ടുമേൽ നിർത്തി ശീലിപ്പിക്കും ചെറുപ്പത്തില്. ഇപ്പൊ എന്റെ മോളാണെങ്കിൽ ചെറുതല്ലേ, അവള് മുട്ടുമേൽ നിന്ന്, യേശോപ്പച്ച ഞങ്ങളുടെ അച്ഛന് സൗഖ്യം തരണം, യേശോപ്പച്ച സൗഖ്യം തരണം എന്നിട്ട് കുഞ്ഞുങ്ങളെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോ ഈ ഞാൻ ഇങ്ങനെ മുട്ടുമേൽ നിന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഞ്ഞുങ്ങൾ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. അതുങ്ങളെ വീണ്ടും ഞാൻ ബെഡിൽ എടുത്ത് കിടത്തി വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് പാസ്റ്റാനി ഞാൻ പറയാന് ഒരു ഉറങ്ങാത്ത രാത്രി ഉണ്ടെന്ന് പറഞ്ഞ അന്ന് രാത്രി എനിക്ക് സംഭവം മനസ്സിലായി. അച്ഛനെ വിളിച്ചിട്ട്, അച്ഛൻ അന്നേരം മൊബൈലുണ്ട്, അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. പിന്നെ പെരിയാർ മെഡിക്കൽ കോളേജിൽ വിളിച്ചിട്ടും അവരൊന്നും എന്നോട് കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല. അപ്പൊ പിറ്റേ ദിവസം ഒരു ഞായറാഴ്ച എനിക്ക് സഭായോഗം മുടക്കാൻ പറ്റും. സഭായോഗത്തിന് പോയിട്ട് നേരെ ഞാൻ പെരിയാരത്തേക്കാണ് പോയത്. പെരിയാർ ഡയാലിസിസ് ഹാളിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെയൊന്നും ഭരതൻകെ എന്ന് പറഞ്ഞ പേഷ്യന്റ് ഇല്ല. അപ്പൊ എന്നോട് ചോദിച്ചാൽ അറിഞ്ഞില്ലേ, ഭരതൻ ഐസിയുലാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം ഐസിയുനകത്തേക്ക് പോയ സമയത്ത് അവർ പറഞ്ഞു, ഇപ്പൊ പെർമിഷൻ ഇല്ല, വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരാളെ കയറ്റും, അത് വൈഫ് തന്നെ കയറിക്കോട്ടെ. അപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം ഉണ്ട്, അവരുടെ സ്വന്തക്കാരെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പോകണം, എനിക്ക് കാണണം, എന്റെ ഹസ്ബൻഡിനെ എനിക്ക് ഇപ്പൊ കാണണം. ഞാൻ അവിടെ നിന്ന് വെച്ച് ബഹളം വെക്കാൻ തുടങ്ങി. ഇല്ല മോളെ, നിന്നെ കാണിക്കാം, 5 മണി ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാസ്റ്ററോടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്റെ പാസ്റ്റ് ഒരു 5 മണിക്കുള്ളിൽ ദൈവത്തിന്റെ ദൂതനെ പോലെ അവിടെ വന്നു. അപ്പൊ പറഞ്ഞ് അദ്ദേഹം ഈ സെക്യൂരിറ്റിയോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ പള്ളിയിൽ പ്രസംഗിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് പെർമിഷൻ തന്നപ്പോ നമ്മൾ രണ്ടുപേരും കൂടെ പോയി. അപ്പൊ ഐസിനകത്ത് ഞാൻ ഇങ്ങനെ നോക്കുക, എവിടെ ഭരതൻകേന്ന്. അപ്പൊ എവിടെയും എന്റെ ഹസ്ബൻഡിനെ കാണാനില്ല. അപ്പൊ ഐസിനകത്ത് തന്നെ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന MICU, അതിനകത്ത് 5 പേഷ്യന്റിനും ഏറ്റവും കൂടുതൽ മരണവെപ്രാളം കൊണ്ട് പിടയുന്നത് എന്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടത്. അപ്പൊ 2 കൈയും കെട്ടിയിരിക്കുന്നു, കാല് കെട്ടിയിരിക്കുന്നു, ഈ വെന്റിലേറ്ററിൽ കിടക്കുക. അപ്പോൾ ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഹസ്ബൻഡ്. അപ്പൊ ഈ പച്ച ഷീറ്റില് തല വെച്ച സ്ഥലത്തുണ്ട് ബ്ലഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണുന്നു. അപ്പൊ ഞാൻ ഈ സിസ്റ്ററോട് പോയിട്ട് എനിക്ക് ചോദിച്ചു, ഡ്യൂട്ടി അവിടെ ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ ഇത് എന്താ ഇങ്ങനെയെന്ന് വെച്ചപ്പം അവര് വിചാരിച്ചു ഈ ഭാര്യ ഇങ്ങനെ പോയി ധൈര്യത്തോടെ ചോദിക്കത്തില്ലല്ലോ, ഇത് ആ ഒരു റിലേഷൻ ആയിരിക്കുമല്ലോ, ഈ പേഷ്യന്റിന്റെ കാര്യം ഒന്നും പറയാറായിട്ടില്ല, ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും മരിക്കാവുന്ന ഒരു പേഷ്യന്റ് ആയത് ഡോക്ടർ 24 മണിക്കൂർ സമയം പറഞ്ഞേക്കുവാണ്. അപ്പൊ അതിന് മുന്നേ എന്റെ അച്ഛൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ പന്തലിടാനൊക്കെ ആളെ പറയേണ്ടി വരും, കാരണം ഭരതൻ ഏതാനും നിമിഷത്തിനകം മരിച്ചു പോകുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നതാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിപ്പോയി പുള്ളി. അങ്ങനെ ഞാനും പാസ്റ്റും കൂടെ, അപ്പൊ പുള്ളി ഇങ്ങനെ മരണവെപ്രാളം കൊണ്ട് ഭയങ്കരമായ ഒരു സൗണ്ട്, മനുഷ്യന്റെ സൗണ്ടാണോ മൃഗത്തിന്റെ സൗണ്ടാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതുപോലെ ഒരു സൗണ്ട് പുറപ്പെടുവിക്കുക. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഇൻഡസ്ട്രി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നവനാ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റർ അങ്ങ് പ്രാർത്ഥന തുടങ്ങി. ഞാനും പ്രാർത്ഥിച്ചു. പക്ഷെ അതുവരെ മരണത്തിന്റെ വെപ്രാളം കൊണ്ട് പിടക്കുന്ന മനുഷ്യൻ ശാന്തമായി കിടന്നുറങ്ങി. എന്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബിന്ദുസ്റ്റേ, ഇത് ദൈവം നമുക്ക് തന്ന ഒരു അടയാളമാണ്, വിശ്വസിക്കുക, ഈ പുള്ളി ജീവിക്കുന്നതാണ്, ഭരതൻ ബ്രദർ ജീവിക്കുന്നതാണ്. അപ്പം ജീവനും മരണം നാവിന്റെ അധികാരത്തിലിരിക്കുന്നൊക്കെ വചനം, വിശ്വാസത്തിന്റെ വാക്കുകൾ അദ്ദേഹം എന്നോട് പറഞ്ഞു തരാൻ തുടങ്ങി. ഞാനത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടതിന് ശേഷം എന്റെ ഹൃദയം തകരാൻ തുടങ്ങി. കർത്താവേ, എന്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോയ, എന്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പനില്ല, എനിക്കൊരു തുണയില്ല, നീ എന്നെ കാണണമേ കർത്താവ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയതിന് ശേഷം നമ്മളെ നിരുത്സാഹപ്പെടുന്നവർ, പരിഹസിക്കുന്നവര്, പുച്ഛിക്കുന്നവര്, നമ്മളെ വേദനിപ്പിക്കുന്നവര്, അവരുടെ എല്ലാം മധ്യത്തിൽ ദൈവം എന്നെ മാനിക്കണമേ കർത്താവേ എന്ന് ഞാൻ ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിൽ പോയിട്ട് എനിക്കൊരു സ്വസ്ഥതയില്ല. ഞാൻ ഉണർന്നിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് കേൾക്കണം. പിറ്റേത്തെ ദിവസം ഈ
ICUവിൽ നിന്ന് ജനറൽ വാർഡിലേക്ക് പുള്ളിയെ മാറ്റാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പുള്ളിക്ക് പിന്നെ അബ്നോർമലാ, പുള്ളി ഒന്നും ഞാൻ പറയുന്നതൊന്നും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ആരാണെന്ന് പോലും മനസ്സിലാവും. സിസ്റ്ററോട് പറയുന്ന പോലെ എന്നോട് കാര്യങ്ങൾ പറയുക, എന്റെ ഭാര്യ എപ്പോഴും വരുമോ സിസ്റ്ററെ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾ അവിടെ ജനലിന്റെ മുകളിൽ കയറി കളിക്കുന്നു, നീ കാണുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. ഫാനിന്റെ തുടി ഇങ്ങനെ പറ്റി പിടിക്കുന്നത് കാണുന്നില്ല. അങ്ങനെ തികച്ചും അബ്നോർമൽ. അപ്പൊ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോ ഞാൻ ചോദിച്ചു, സാറേ എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. എന്നും പറഞ്ഞേ, നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്, ഞങ്ങളൊക്കെ മരിച്ചു എന്ന് കരുതിയ ഒരു വ്യക്തിയായി ഈ കിടക്കുന്നതെന്ന് പറഞ്ഞു. ഒരിക്കലും ജീവനിലേക്ക് തിരിച്ചു വരുന്നു വിചാരിച്ചതല്ല. പിന്നെ ഓക്സിജൻ ഫുള്ള് നഷ്ടപ്പെട്ട ഒരു ഓർമ്മക്കുറവാണെങ്കിൽ അതും ഇനി ഒരിക്കലും ആ ഓർമ്മക്കുറവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എന്റെ ദൈവം ആരാ? എന്റെ ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നവനാ. എന്റെ ദൈവം മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രമാത്രം അത്ഭുത ദൈവം ചെയ്തു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് തലയിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഒരാപത്തും വരാതെ എന്റെ ഹസ്ബൻഡിനെ എനിക്ക് ജീവനോടെ നീ തിരിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവെല്ലാം തിരിച്ചു കിട്ടാൻ തുടങ്ങി. പക്ഷെ അന്നേരം മുതൽ പുള്ളിക്ക് ഒരു എക്സ്ട്രാ അസുഖം കൂടെ വന്നു, അപസ്മാരകം. എപ്റ്റോയിൻ 100 mg എന്ന് പറയുന്ന ടാബ്ലറ്റ് വൈകുന്നേരം രണ്ട് വീതം കഴിക്കാൻ തുടങ്ങി പുള്ളി. പക്ഷേ ഈ അപസ്മാരത്തിന്റെ ഗുളിക കഴിക്കുന്നതോടൊപ്പം ഈ എപ്പോഴെങ്കിലും ഈ ടാബ്ലറ്റ് നിർത്തുമ്പോൾ അന്നേരം പുള്ളിക്ക് അപസ്മാരം ഇളകും. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച, ഞാൻ ഇത് പറയാനാ, അന്ന് ഞായറാഴ്ച 6 മണിക്ക് ഡയാലിസിസ് കിട്ടി. 10 മണിയാകുമ്പോഴത്തേക്കും ഡയാലിസിസ് അപ്പോൾ തീർന്നപ്പോ എനിക്ക് വേഗം ആരാധിക്കാൻ പോകണം. നമ്മുടെ അവിടെ പോകണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അപ്പൊ പാസ്റ്റർ പറഞ്ഞ ഒരു സാം എന്ന് പറഞ്ഞൊരു ദേവദാസൻ ഉണ്ട് പെരിയാരത്ത്, അവിടെ പോയാൽ മതി. ഓട്ടോ പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുവാ. താഴെ എത്തുമ്പോഴത്തേക്കും, ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്കും അവിടെ കുറെ പെട്ടിക്കടകളൊക്കെ ഉണ്ട് ഈ പെരിയാരം മെഡിക്കൽ കോളേജ്. പുള്ളിക്ക് ഈ അപസ്മാരം കളിയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുള്ളി 2 ബെഞ്ച് അടുത്ത് കിടത്തി ഞാൻ അങ്ങനെ കിടത്തി. അപ്പൊ ആൾക്കാർ കൂടാൻ തുടങ്ങി, ഓട്ടോ ഡ്രൈവർമാരും എല്ലാവരും കൂടാൻ തുടങ്ങി. അപ്പൊ അവര് ചോദിച്ചു, എന്താന്ന് ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ അപസ്മാരത്തിന്റെ ചെറിയ പ്രശ്നം ഡയാലിസിസ് കഴിഞ്ഞ് വന്നതാ, അതിപ്പം മാറിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, സ്ത്രീയെ നിങ്ങൾക്കെന്താ വട്ടാണോ, ഇദ്ദേഹത്തെ കൊണ്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക, അല്ലാതെ ഈ അസ്വസ്ഥതപ്പെടുന്ന കാണുന്നില്ല. അപ്പൊ ഭയങ്കര അസ്വസ്ഥതപ്പെടുന്ന ഞാൻ അറിയുന്നുണ്ട്. പുള്ളി ഇങ്ങനെ കിടന്ന് പിടയ്ക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു, ഞായറാഴ്ചയാണെന്ന്. അപ്പൊ ഒരാൾ പറഞ്ഞു, ആ പെണ്ണുമ്പിള്ളേക്ക് വട്ട, കാരണം ഈ പേഷ്യന്റ് കിടന്ന് പിടക്കുന്നത് കണ്ടിട്ട് അവര് പറയുന്നത് കേൾക്കുന്നില്ലേ, ആരാധിക്കാൻ പോകണം, ആരാധനയാണോ നിങ്ങൾക്ക് വലുതെന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ നിന്നെയും പരിഹാസവും എല്ലാം ദൈവത്തിന്റെ നാമമഹത്വത്തിനായി തീരുമെന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ ഞാൻ ആ പെരിയാരം മെഡിക്കൽ കോളേജിന്റെ ആ താഴ്വാരത്തിൽ വെച്ച് പറഞ്ഞു. പക്ഷെ ദൈവം ചെയ്ത അത്ഭുതം കാണണം. അദ്ദേഹത്തിന് ആ സമയം എന്റെ ഹൃദയത്തിന്റെ നുറുക്കവും മനസ്സിന്റെ തകർച്ചയും ദൈവം കാണുന്നുണ്ട്. ആ സമയം പുള്ളിക്ക് എല്ലാം ശാന്തമായി. പിന്നെ ഞങ്ങൾ പെരിയാരം മെഡിക്കൽ കോളേജിലോട്ടല്ല പോയത്, ഞാൻ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആ ചർച്ചിലോട്ട്, ആ സാം എന്ന് പറഞ്ഞ ആ പാസ്റ്ററുടെ ആ ചർച്ചിലോട്ട് ഞാൻ പോയി. ഞാൻ പറഞ്ഞതിന്റെ സാക്ഷ്യം, ഞാൻ സാരം എന്താ വെച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാണ് തിരുവചനം പോലും പറയുന്നത്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് ആ പെരിയാരം മെഡിക്കൽ കോളേജിൽ എത്രയോ അത്ഭുതം കണ്ട 2 കണ്ണാണ് എന്റെ കണ്ണ്. കാരണം എത്രയോ അത്ഭുതം ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നു. ലക്ഷങ്ങളുടെ മുന്നിലും ഞാൻ സാക്ഷ്യം പറയാൻ ഞാൻ പ്രാപ്തിയായ ഒരു സ്ത്രീയാണ് ഞാൻ. കാരണം അതുപോലെ ദൈവം എന്നെ നടത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെങ്ങള് വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞങ്ങളുടെ പാസ്റ്റർ വിസിറ്റിങ്ങിന് വന്നപ്പോൾ പാസ്റ്റർ പിന്നെ വസന്തേച്ചി പെങ്ങള് വസന്തേച്ചിയാണ് പാസ്റ്റർ, ഇങ്ങനെ കിഡ്നിയും ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനൊന്ന് ഡയാലിസിസ് ഒന്ന് മതിയാക്കാമായിരുന്നു. അപ്പം പറഞ്ഞു, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യായിരുന്നു, പക്ഷെ ഡൊണേറ്റ് ചെയ്യാൻ കിഡ്നി ആളെ ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാം പാസ്റ്റർ, പൈസ ഉണ്ടോ പാസ്റ്ററുടെ കയ്യിൽ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. വസന്തേച്ചി അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ പാസ്റ്റർക്ക് ഭയങ്കര സന്തോഷമായി. പാസ്റ്ററിന് വസന്തേച്ചി കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പൈസ നമ്മുടെ കർത്താവ് തരുന്ന ഒരു വിശ്വാസത്തിന്റെ വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്റെ ഏറ്റവും വലിയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാസ്റ്റർ ഓരോ ദിവസവും എന്നെ ബുദ്ധി ഉപദേശിച്ചു. ഞാൻ ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയും, ഇൻട്രസ്റ്റ് അത് അങ്ങനെയല്ല, ഭരതൻ ബ്രദർ ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപയാല, എന്തിന് ഭാരപ്പെടണം. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം ദൈവം പറഞ്ഞതുപോലെ ഞാൻ അതങ്ങ് ഏറ്റെടുക്കും.
കാരണം അതുപോലെ ശിക്ഷണത്തിലാ ഞങ്ങളെ വളർത്തുന്നത്. വഴക്കൊക്കെ പറയും, ചർച്ചിൽ വെച്ചിട്ടായാലും ഒരാൾ ഉറക്കം തോന്നുന്നു അന്നേരം വഴക്ക് പറയും. കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങളെ മര്യാദക്ക് ഇരുന്നിട്ട് അന്നേരം വഴക്ക് പറയും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും പറയും, ഞങ്ങളുടെ ചർച്ച അങ്ങനെ ഇങ്ങനെയുള്ള ചർച്ച ഒന്നല്ല. ഞങ്ങളുടെ ചർച്ച എന്ന് പറഞ്ഞാൽ ശിക്ഷണത്തിലും അച്ചടക്കത്തിലും ദൈവമക്കളെ വളർത്തുന്ന ഒരു ദൈവദാസന്റെ കീഴിൽ ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് അതൊക്കെ നന്നായിട്ട് പഠിക്കാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും 2-2.5 വർഷം ആയി ആന്റി. അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോവുക ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഞങ്ങള് ഡോക്ടർ അനീഷ് നമ്മുടെ ഒരു വിശ്വാസിയാണ്. അദ്ദേഹം ഒരു ഇന്ന് ഫേമസ് ആയ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഈ ഡോക്ടർ അനീഷിനെ പാസ്റ്റർക്ക് അറിയാം. അപ്പൊ അങ്ങനെ അനീഷിന്റെ കെയർ ഓഫില് ഞങ്ങള് ഈ ശ്രീലത മാഡത്തിനെ കാണാൻ വേണ്ടി നമ്മൾ പോയി. അങ്ങനെ പോയി ഈ ശ്രീലത മാഡം ഞങ്ങളുടെ ഫയലൊക്കെ കണ്ടപ്പോ ഇങ്ങനെ എറിഞ്ഞിട്ട് പറഞ്ഞ്, ഈ 2-2.5 വർഷം ഡയാലിസിസ് ചെയ്തിട്ട് എന്തിനാണ് ഈ പേഷ്യന്റിനെ ഇങ്ങനെ പിന്നെ ചത്തതിന് നോക്കുമ്പോൾ ജീവിച്ചിരിക്കലും നല്ല കോലത്തിലാക്കിയിട്ട് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ പെങ്ങൾ ഇത്രയും കാലം എന്താ ഗൾഫിലായിരുന്നു ഒക്കെ പറഞ്ഞ കുറെ വഴക്കെന്ന് പറഞ്ഞു അവര്. പക്ഷെ അവര് നമ്മുടെ നല്ലതിനാ പറഞ്ഞു. അപ്പൊ നമ്മുടെ പെരിയാർ മെഡിക്കൽ കോളേജിൽ ആ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, ഈ അപസ്മാരകത്തിന്റെ ടാബ്ലറ്റ് കഴിക്കുന്ന വിവരം നിങ്ങൾ ഒരിക്കലും അവിടെ ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറോട് പറയരുത്. കാരണം അപസ്മാരത്തിന്റെ ടാബ്ലറ്റ് കഴിക്കുക, അപസ്മാര രോഗിക്ക് ഒരിക്കലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ നേരത്തെ ആ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ള ട്രാൻസ്പ്ലാന്റ് വലിയ ഓപ്പറേഷൻ അല്ലേ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഈ അപസ്മാര രോഗിക്ക് ഒരിക്കലും അവർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ ടാബ്ലറ്റ് ഒക്കെ വേറൊരു നോട്ടിലേക്ക് പകർത്താൻ പോവാന്ന് പറഞ്ഞിട്ട് വേറൊരു നോട്ടിലേക്ക് ഈ ടാബ്ലറ്റ് മൊത്തം അവർ പകർത്തി. അതിനകത്ത് ഈ എപ്റ്റോയിൻ 100 mg ടാബ്ലറ്റിന്റെ പേര് അവർ എഴുതിയില്ല ഡോക്ടർ. അത് നമ്മൾ കഴിക്കുന്നുണ്ട്, രാവിലെ 2 രാത്രി 2 കഴിക്കുന്നത് നമുക്കും ദൈവത്തിനും ഡോക്ടർക്ക് മാത്രം അറിയാം. ഈ ഡോക്ടറോട് ഞാൻ പറഞ്ഞതുമില്ല. അങ്ങനെ അവിടുന്ന് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനെല്ലാം ചുരുക്കിയാ പറയുന്നത്. കാരണം അവിടെ ഒത്തിരി അത്ഭുതം ഞാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ഈ ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും പുള്ളി 2 കിഡ്നി ഒഴികെ ബാക്കി എല്ലാ അവയവങ്ങളും ദൈവം അവിടെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മളെ ക്രോസ് മാച്ചിങ് ടെസ്റ്റിന് എറണാകുളത്തേക്ക് വിട്ടു, മാതാ അമൃത ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ നമുക്ക് മുന്നേ ഉള്ള പേഷ്യന്റ് ഒക്കെ പറഞ്ഞു, അയ്യോ ഇത് ഒരിക്കലും ഇപ്പൊ ചെയ്യേണ്ട ടെസ്റ്റ് അല്ല, ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു 5 ദിവസം മുന്നേ ചെയ്യേണ്ട ടെസ്റ്റ് ആയത്. കാരണം അന്നേരമാണ് ഇതിന്റെ ക്രോസ് മാച്ചിങ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതെന്തിനാ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ അയച്ചേക്കുന്നത്, നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീടാണ് ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ ഇത്രയും കാലം ഡയാലിസിസ് ചെയ്തത് ഓരോ ആൾക്കാരുടെയും മാസത്തിൽ 2 ചിലപ്പോൾ 2-3 ഒക്കെ ബ്ലഡ് കയറ്റേണ്ടി വന്നിട്ടുണ്ട് HB കുറഞ്ഞതിനനുസരിച്ച്. അപ്പൊ ഈ ബി പോസിറ്റീവ് ബ്ലഡ് ഇല്ലാത്ത സമയത്ത് ക്രോസ് മാച്ചിങ് നോക്കിയിട്ട് അവർ പോസിറ്റീവ് ബ്ലഡും കയറ്റും. അങ്ങനെ ഒത്തിരി മനുഷ്യരുടെ ബ്ലഡ് ഈ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ ഈ ക്രോസ് മാച്ചിങ് ടെസ്റ്റ് ഒരിക്കലും നമുക്ക് വിജയിക്കത്തില്ല എന്ന് ഡോക്ടർക്ക് ഉറപ്പായിരുന്നു. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയെങ്കിലും നമുക്ക് ഒരിക്കലും ടെസ്റ്റുകളൊന്നും നോർമൽ ആവത്തില്ലെന്നും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നും ആണ് ഡോക്ടർ ചിന്തിച്ചിരുന്നത്. പക്ഷേങ്കില് പിന്നെ എന്റെ ഹസ്ബൻഡിന് കിഡ്നി അത്രത്തോളം ചുരുങ്ങിയത് കൊണ്ട് ഈ 3 വർഷം യൂറിൻ പാസ് ചെയ്യുന്നില്ല പുള്ളി. മൂത്രം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. കാരണം എല്ലാ കിഡ്നി പേഷ്യന്റും യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ പക്ഷെ പുള്ളിയുടെ ഈ മെഷീൻ തന്നെ ഈ ഫുള്ള് ഇത് ക്ലീൻ ചെയ്യുന്നത് ഈ പിന്നെ എന്തുവാ ബ്ലഡും വെള്ളം കലർന്നിട്ടാണല്ലോ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് ഡയാലിസിസ് അങ്ങനെയാണല്ലോ പ്രക്രിയ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഈ യൂറിൻ എന്ന് പറഞ്ഞ സംഭവം 3 വർഷം ഞാൻ കണ്ടിട്ടേ ഇല്ല പുള്ളി, യൂറിൻ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ടെസ്റ്റ് യൂറോളജിസ്റ്റിന്റെ ഒരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. അത് ഈ കൃത്രിമമായിട്ട് ഈ മൂത്രനാളിലൂടെ നമ്മുടെ ബ്ലാഡറിലേക്ക് ഈ സലൈൻ കയറ്റിയിട്ടുള്ള ടെസ്റ്റാ, മൂത്രത്തിന്റെ സ്പീഡ് നോക്കുന്ന ഒരു ടെസ്റ്റാ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ മിംസ് ഹോസ്പിറ്റലിൽ, കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പുള്ളിക്ക് അത് ഇങ്ങനെ ഈ സലൈൻ കയറ്റുന്ന സമയത്ത് തന്നെ വേദന കൊണ്ട് അങ്ങ് പുള്ളി പൊളഞ്ഞ് നിലവിളിക്കുന്നത് എനിക്ക് പുറത്ത് കേൾക്കാം. അപ്പം ഈ ടെസ്റ്റ് റിപ്പോർട്ട് കൊണ്ട് യൂറോളജിസ്റ്റ് ഫെലിസ് കാർഡേസയുടെ അടുത്ത് പോയപ്പോ ഫെലിസ് കാർഡേസ പറഞ്ഞ്, നിങ്ങൾക്ക് ഒരിക്കലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്ലാഡറും അതും ഇത് അല്ല നോർമൽ ആയിട്ടുണ്ടെങ്കിൽ കിഡ്നി മാറ്റി വെച്ചാൽ കിഡ്നി ഫങ്ഷൻ ആവും. പക്ഷേ അത് ആ യൂറിൻ പോയി നിൽക്കേണ്ട ബ്ലാഡർ ഒക്കെ നോർമൽ അല്ലെങ്കിൽ ഈ വെച്ച കിഡ്നി റിജക്റ്റഡ് ആവും എന്ന് പറഞ്ഞു ഡോക്ടർ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ആന്റി? കിഡ്നി തരാൻ ആളുണ്ട്, നമുക്ക് ചെയ്യാനും ഒക്കെ പറ്റും, എല്ലാം ഓക്കെ ആയിരിക്കുന്ന സമയത്താണ് ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ഒരു
പരീക്ഷണം വരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ദൈവം ഇത്രത്തോളം അത്ഭുതം ചെയ്തെങ്കിൽ എന്റെ ദൈവത്തിന് അത്ഭുത മന്ത്രി എന്റെ ദൈവം. 136 സങ്കീർത്തനത്തിൽ അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നു, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് നമ്മളോടുള്ള ദയ ഒരിക്കലും തീർന്നു പോകുന്ന ദയ അല്ലല്ലോ എന്ന് ഞാൻ ദൈവത്തോട് പറയുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോഴും ഞാൻ ഫെലിസ് കാർഡേഴ്സോട് ഞാൻ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, പക്ഷെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തി ഡോക്ടറെ, ഇനിയും ദൈവം എന്നെ നടത്തും. അയാൾ ഒരു പരിഹാസത്തിന്റെ ഒരു ചിരി അങ്ങ് ചിരിച്ചു. കാരണം അദ്ദേഹത്തിന് ഒരു മകൻ മന്ദബുദ്ധിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ അറിയാം ഈ ദൈവത്തിലൊന്നും അദ്ദേഹത്തിന് ഒരു വിശ്വാസമില്ല. പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത വിശ്വാസത്തിന്റെ കഥ ഡോക്ടർമാരോട് പോലും ഞാൻ പറയുമായിരുന്നു. ഡോക്ടർമാരോട് പോലും പറയാൻ എനിക്ക് ഒരു മടിയുമില്ല, കാരണം അത്രയും അത്ഭുതമാണ് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്. അങ്ങനെ ഈ യൂറിന്റെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ആകെ പെട്ടെന്ന് ഇങ്ങനെ നിരാശ ആയെങ്കിലും കൂടെ പ്രത്യാശ ഞാൻ കൈവിട്ടില്ല. ദൈവം എന്നെ നടത്തുന്നുള്ള ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ ഫെലിക്സ് കാർഡേഴ്സ് 10 ദിവസത്തേക്ക് വില കൂടിയ ടാബ്ലറ്റാ, ഈ 10 ദിവസത്തേക്ക് എഴുതി തന്നിട്ട് എന്നോട് പറഞ്ഞു ആ 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടെസ്റ്റും ഫെയിൽ ആയ പിന്നെ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു. ഈ 10 ദിവസവും ഞാൻ ഇങ്ങനെ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ ദൈവമേ സ്തോത്രം, കർത്താവേ സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ടാബ്ലറ്റ് കൊടുക്കും, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൊടുക്കുമായിരുന്നു. എല്ലാ ദിവസവും ഒരു നേരം രാത്രിയിലാണ് ആ ടാബ്ലറ്റ് കൊടുക്കുന്നത്. 10 ദിവസം പോയി ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർക്ക് പോലും അതിശയം. ഡോക്ടറിന് വളരെ സക്സസ്ഫുൾ ആണ്, നിങ്ങൾ ഒരു പേടിയും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓരോ ടെസ്റ്റുകൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാ ടെസ്റ്റുകളും ഇല്ല. ഇപ്പം ഈ പൾമോണറി ഫങ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ പെങ്ങൾ പറയാം എനിക്ക് പോലും അത് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ അവനത് ചെയ്യാൻ പറ്റത്തില്ല, ആരോഗ്യമില്ല അവനെന്ന്. പക്ഷെ പുള്ളി അതെല്ലാം ഈസി ആയിട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മളിങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ആണത്. അപ്പൊ അങ്ങനെ എന്ന് വേണ്ട ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി തന്നെ മകന് വേണ്ടി വെളിപ്പെട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെ ലാസ്റ്റ് ഓപ്പറേഷൻ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത സമയത്ത് പുള്ളിക്ക് ഒരു പനി വന്നു. അപ്പൊ ഞാൻ നാട്ടിലേക്ക് വരുമായിരുന്നു, പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ വന്നു. പെങ്ങളും എന്റെ ഹസ്ബൻഡും മാത്രം. അവിടെ ഒരു ഭവനം നമുക്ക് ഒരുക്കി എന്നുള്ളതാണ് ഈ മെഡിക്കൽ കോളേജിന്റെ അടുത്ത്, ഒരു പ്രത്യാശ ഭവനം. എവിടെ ചെന്നാലും എന്നെ പ്രതി വീടോ നിലങ്ങളോ സഹോദരങ്ങളോ എല്ലാം വിട്ട് കളഞ്ഞവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 മടങ്ങ് തരും എന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ അനാഥരായി വിടുവാണ്ടി. നമുക്ക് അവിടെ ഒരു ദൈവവാസനയും കുടുംബത്തെയും, ഒരു ഷേർലേച്ചി മാനുവൽ സാറ്, അതെ അവരുടെ വീടല്ല രാജൻ സാറിന്റെ വീട്, ആ രാജൻ സാറൊക്കെ നമുക്ക് ആ വീട് ഓപ്പണായി തന്നു എന്നുള്ളതാണ്. എനിക്കും എന്റെ ഹസ്ബൻഡിനും പെങ്ങൾക്കും താമസിക്കാൻ വേണ്ടി മാത്രം മേളിൽ ഒരു റൂമും അവർ ഒരുക്കി തന്നു. അവർ ഫുഡൊക്കെ നമുക്ക് തന്നു. ഒരു കുടുംബത്തെ പോലെ നമ്മളെ ചേർത്ത് പിടിച്ചു. ജോസ് സാറ് അവിടെ ആയിരുന്നു നമ്മൾ പ്രാർത്ഥനക്കൊക്കെ ആദ്യം പോയിക്കൊണ്ടിരുന്നത്. ആ സാറും കുടുംബവും നമ്മളൊരു സ്വന്തം സഹോദരങ്ങൾ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ, ആ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. പക്ഷെ ആ ഒരു വ്യത്യാസവും കാണിക്കാതെ സ്വന്തം ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മളെ അവരൊക്കെ ചേർത്ത് ഒരു ഷിജു പാസ്റ്റർ കുടുംബം, ഒരു ശൈലേഷ്, അവരൊക്കെ ദൈവം ഒരുക്കി എന്നുള്ളതാണ്, അവിടങ്ങളിൽ ഒരുക്കി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുള്ളിക്ക് ഈ പ്രത്യാശ ഭവനിൽ കിടക്കുമ്പോൾ അങ്ങനെ പനി വന്നു. അപ്പൊ ഞാൻ നാട്ടിലാണ്. അപ്പൊ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഫോൺ വന്നു. അപ്പൊ ഫോൺ വന്നപ്പോ ചേച്ചിയെ വിളിച്ച്, ബിന്ദു നീ നാളെ രാവിലത്തെ വണ്ടിക്ക് ഇങ്ങോട്ട് കയറിക്കണം, അവന് കട്ടിലടക്കം കുലുങ്ങുന്ന പനിയാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തുവാ പനി, അങ്ങ് ഹൈ ടെമ്പറേച്ചറോ. ഞാൻ പെട്ടെന്ന് ഡോക്ടറെ വീട്ടിലേക്ക് ചാടി കയറി. പ്രത്യാശവൻ 2 വീട് അപ്പുറമാണ് ഡോക്ടറുടെ വീട്. എനിക്ക് ഡോക്ടറുടെ വീടായാലും അതിനൊക്കെ കയറുന്നതിന് ഒരു സമയം കാലമൊക്കെ ഉണ്ട്, അത് മുൻകൂട്ടി ടോക്കൺ ഒക്കെ എടുക്കണം. പക്ഷെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കാണിച്ച സമയത്ത് ന്യൂമോണിയ വന്നു പുള്ളിക്ക്. ന്യൂമോണിയ വന്നിട്ട് പിന്നെ ICUയിൽ അഡ്മിറ്റ് ചെയ്യണം. ICUയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ന്യൂമോണിയ കംപ്ലീറ്റ് മാറിയിട്ട് ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആള് എന്റെ ഓർമ്മയിൽ കുറവാണ്, പക്ഷെ അത് കംപ്ലീറ്റ് മാറിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഇത് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. വില കൂടിയ ഇഞ്ചക്ഷനാ, 600 സംതിങ് രൂപ ഒരു നേരം ആ ഇഞ്ചക്ഷൻ ഉണ്ട്, വൈകിട്ട് 600 സംതിങ്. അങ്ങനെ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത്രയും ഭാരപ്പെട്ട ഒരു തുക താങ്ങാനുള്ള, അതും 14 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ, അന്നത്തെ കാലം 2008 ആ കാലഘട്ടത്തിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പുകാരനെ, നമുക്ക് ഒത്തിരി മെഡിസിൻ വാങ്ങുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പുകാരനെ നല്ല കമ്പനിയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, പിന്നെ ഇതേ മരുന്ന് തന്നെ വില കുറഞ്ഞതുണ്ടോന്ന് ചോദിച്ചു. ഇതേ കണ്ടിട്ടാണെങ്കിൽ മരുന്ന് വില കുറഞ്ഞതുണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു ഉണ്ട്, 300 സംതിങ്ങുള്ള മരുന്നുണ്ട്, പക്ഷെ ശ്രീലത മേഡം നിങ്ങളെ വെച്ചേക്കുകയല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, എന്റെ ദൈവം എന്നെ നടത്തും,
എവിടെ ചെന്നാലും ഞാൻ പറയും എന്റെ ദൈവം എന്നെ നടത്തും, എന്റെ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി തീർക്കുമെന്ന്. അവരൊരു മുസ്ലിം ആൾക്കാരാ ആ മെഡിസിൻ തരുന്നത്. പക്ഷെ എന്നോട് പറഞ്ഞു നമ്മളെ ഒന്ന് വഴക്ക് പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ആ മെഡിസിൻ വിശ്വാസത്താൽ വാങ്ങിയിട്ട് ഇങ്ങ് പോവുക ഐസിനകത്ത് പോയപ്പോ ഭാഗ്യത്തിന് ആ മെഡിസിൻ ഒന്നും ഡോക്ടറുടെ ശ്രദ്ധയിൽ പെട്ടില്ല. തന്നെയല്ല 14 ദിവസം വേണ്ടി വന്നിട്ടില്ല, 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ന്യൂമോണിയ കംപ്ലീറ്റ് മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. തന്നെയല്ല ഈ ഓപ്പറേഷന് അടുത്ത് വരുന്നതോറും ഓരോ പരീക്ഷണങ്ങളാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഭാരപ്പെടുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഓപ്പറേഷന്റെ സമയമൊക്കെ അടുത്ത് വന്ന സമയത്ത് ഒത്തിരി സാധനങ്ങൾ, അതായത് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ച് പോകുന്ന പോലെ ഞാൻ പോവുക. ഒരു കയ്യിൽ എന്റെ 5 ലിറ്ററിന്റെ സലൈനുണ്ട്, മറ്റേ കയ്യിൽ ട്യൂബ്, അത് ഇത് മെഡിസിൻസ്, അങ്ങനെ നല്ലൊരു ഭാരം എന്റെ കയ്യിൽ 2 കയ്യിലുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഓവർ ബ്രിഡ്ജ് കയറുന്ന സമയത്ത് ദൈവം എനിക്കൊരു കൈ മറുകൈ സഹായത്തിന് ഇല്ലാതെ ആയി പോയല്ലോ, എന്റെ ദൈവം എനിക്ക് ആരും ഇല്ലാതെ ആയി പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഞാൻ എത്തിയത്, ഒത്തിരി നടക്കാനുണ്ട് ഈ നെഫ്രോളജി വാർഡിലേക്ക്, ഒത്തിരി നടക്കാനുണ്ട്. നെഫ്രോളജി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നവർക്ക് അറിയാം. ഈ ഓവർ ബ്രിഡ്ജിന്ന് ഒത്തിരി നടക്കാനുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ അവിടെ ഞാൻ ആ ചിന്തിച്ചിരുന്ന ആ സമയത്ത് ഞാൻ അവിടെ എത്തി. എന്നെ ദൂതനെടുത്ത് അവിടെ എത്തിച്ചതുപോലെ അത്രയും ഞാൻ ടയേർഡായിരുന്നു, എന്റെ ശരീരം ഭയങ്കര ടയേർഡായിരുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും തളർന്നും അങ്ങനെ ഒത്തിരി അത്ഭുതത്തിന്റെ ഒരു നീണ്ട നിര തന്നെ എന്റെ ജീവിതത്തിൽ പറയുവാനുണ്ട് എന്റെ വാസ്റ്റാൻഡി. അങ്ങനെ ഈ ഓപ്പറേഷൻ 2009 ജൂൺ 23 ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ സക്സസ് ആയി നടന്നെങ്കിൽ പോലും ഈ പുള്ളിയെ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക വീടെടുത്ത് നമ്മൾ അവിടെ താമസിക്കുക, 6 മാസം അവിടെ താമസിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം ഈ കിഡ്നി ഡൊണേറ്റ് ചെയ്ത ആളെയും നോക്കണം, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളെയും നോക്കണം. അങ്ങനെ ഇവർ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ ഹസ്ബൻഡ്, അവരുടെ എല്ലാവരും വന്നു. ആ സമയത്തൊക്കെ എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു, അവരുടെ ആൾക്കാരും എന്റെ ആൾക്കാരും എല്ലാവരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ 1 മാസമൊക്കെ 1 മാസം ആയില്ല, അതിനു മുന്നേ പുള്ളിക്ക് ഈ അപസ്മാരങ്ങൾ വീണ്ടും വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടു. കർത്താവേ, ഞാൻ കുടുങ്ങിയല്ലോ. കാരണം ഈ ഡോക്ടർക്ക് അറിയത്തില്ല ഇദ്ദേഹത്തിന് അപസ്മാരം ഉണ്ടെന്നുള്ള കാര്യം, ശ്രീലത മേഡത്തിന്. ചെകുത്താനും കടലിനും മധ്യത്തിൽ നിന്ന് പറയാൻ പറ്റുമോ പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചിന്തിക്കാൻ നേരമില്ല. ഞാൻ ഈ എപ്റ്റോയിൻ 100 mg എന്ന് പറഞ്ഞ ടാബ്ലറ്റ് വാങ്ങിയിട്ട് രാവിലെ 2 രാത്രി 2 കൊടുക്കാൻ തുടങ്ങി. അപ്പം എന്നോട് അവര് പറഞ്ഞു, എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ? പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാ എനിക്ക് ഒരു ഗൈഡൻസ് തന്നു, മോളെ അത് കൊടുത്തു കഴിഞ്ഞാൽ കിഡ്നി റിജക്റ്റഡ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള എന്റെ മനസ്സിൽ ഇങ്ങനെ പരിശുദ്ധാത്മാ എനിക്ക് ഒരു ബോധ്യം തരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ? ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നമ്മൾ താമസിക്കുന്ന ആ വീട്ടില് എന്റെ ഭർത്താവ് ഫുള്ള് റെസ്റ്റാ, ബെഡ് റെസ്റ്റാ, മാസ്ക് ഒക്കെ കെട്ടി ഫുള്ള് കോട്ടന്റെ ഡ്രസ്സിൽ ഇങ്ങനെ വെള്ളയും ഇട്ട് ഇങ്ങനെ കിടക്കുന്നു. മറ്റൊരു റൂമിൽ പെങ്ങളും ഉണ്ട്. അങ്ങനെ ആ റൂമിനകത്ത് ഞാൻ മുട്ടുമേൽ നിന്ന് 20 മിനിറ്റ് ഒരു കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി, വലത് കൈ, മറ്റേ കയ്യിൽ ഈ ടാബ്ലറ്റ് ഉണ്ട്, ടാബ്ലറ്റിന്റെ ബോട്ടിൽ ഉണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് ഈ ഒരു അസുഖത്തിൽ നിന്ന് മാറ്റാൻ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവേ. യേശുവിൻ അങ്ങനെ 20 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തില് ഞാൻ ഈ ടാബ്ലറ്റ് കാട്ടിലേക്ക് വലിച്ചെറിയുന്നു. ഇനി ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടല്ല എന്റെ ഹസ്ബൻഡിന് രോഗം മാറേണ്ടത്, ദൈവമാണ് സൗഖ്യമാക്കേണ്ടത്. പക്ഷെ ഞാൻ വിശ്വാസത്താൽ പറയട്ടെ, എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് അതുപോലെ സാധിപ്പിച്ചു തരുന്നത് ദൈവമാണ്, നമ്മുടെ ദൈവമെന്ന് പല അനുഭവങ്ങളിൽ കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം അന്ന് 2009 മാറിയ ആ അപസ്മാരകം എന്ന അസുഖം ഇന്നും തിരിച്ചു വന്നിട്ടില്ല. ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ വലുതായി, മോനൊരു 17 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അടയ്ക്കാകുമ്പോൾ മടിയിൽ വെക്കാം, തയ്യാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു പണ്ട് പഴമക്കാർ പറയുന്ന പോലെ ഈ കുഞ്ഞിന്റെ ഓരോ ചലനങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ പെട്ടെന്ന് ഓരോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സമയത്ത് വീട്ടിൽ വരുന്നില്ല. തന്നെയല്ല, അവൻ ഇങ്ങനെ കൂട്ടുകാരുടെ ഒരുപാട് കൂട്ടുകെട്ടെന്നൊക്കെ എന്നോട് എന്റെ സ്വന്തക്കാരൊക്കെ പറയുന്നുണ്ട്. അവൻ ഇന്ന നാളുടെ കൂടെ ഓടി നടക്കുന്ന കണ്ടു, ബൈക്കൊക്കെ എടുത്തിട്ട് വളരെ സ്പീഡിലാണ് പോകുന്നത്, ബാംഗ്ലൂരേക്ക് ബൈക്ക് എടുത്തിട്ട് പോവുക, മൂന്നാറിലേക്ക് ബൈക്ക്. അപ്പൊ ഞാൻ ഇതിനൊക്കെ ശാസിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നു, ഒരമ്മ എന്ന നിലയിൽ എനിക്ക് അവന്റെ മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അവനോട് എത്രത്തോളം എതിർക്കുന്നു അത്രത്തോളം അവൻ ഇങ്ങനെ പൂർവാധിക ശക്തിയോടെ ഇങ്ങനെ അവനെ
അഡിക്റ്റ് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവനിങ്ങനെ മദ്യത്തിനും മയക്കമരുന്നിനും എല്ലാം അഡിക്റ്റ് ആയിട്ട് അവന്റെ സാക്ഷി അവൻ തന്നെ പറയും. എന്നാലും ഞാൻ ചുരുക്കി പറയുകയാണ്. കാരണം ഒരമ്മയുടെ കണ്ണുനീര് ദൈവം കാണാതെ പോകുന്നില്ല. ഒരു ഹന്ന ഹൃദയത്തില് ദൈവത്തോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പുരോഹിതൻ പോലും പറയുന്നുണ്ട്, നീ ലഹരി പിടിച്ച് ഇങ്ങനെ പറയുന്നതാണെന്നല്ല പുരോഹിതൻ പോലും സംശയിക്കുന്ന തരത്തിലാണ്. പക്ഷെ പിന്നെ പുരോഹിതനോട്, യജമാനനെ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടല്ല, എന്റെ ഹൃദയം ദൈവസന്നിധി പകരുക എത്ര ചെയ്യുന്നതെന്ന് ഹന്ന പറയുന്ന ഒരു ഭാഗം നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോ ഞാൻ അങ്ങനെ ഹൃദയം ദൈവത്തോട് ഇങ്ങനെ എപ്പോഴും പകരും. ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തില്, ആ ശക്തി ടാർപോളിൻ കമ്പനി നമ്മുടെ വിശ്വാസിയുടെ സ്ഥാപനമാണ്, ആ സ്ഥാപനത്തിൽ വെച്ചിട്ട് ഞാനിങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ ദൈവത്തോട് ഞാനിങ്ങനെ ഞാൻ എന്റെ ദൈവത്തോട് എന്റെ മകന്റെ കാര്യം ഇങ്ങനെ, ദൈവം ഇത്രത്തോളം നമുക്ക് ആരോഗ്യം തന്നു, സൗഖ്യം തന്നു, ഭർത്താവിന് വിടുതൽ തന്നു, എല്ലാം ഓക്കെയാ. പക്ഷെ മകനെ കുറിച്ച് ഞാൻ വളരെയധികം ഭാരപ്പെടുന്നു ഞാൻ പറയുവാനായിട്ട്, ദൈവത്തോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇവന്റെ മാറ്റങ്ങളിൽ ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്. ഒരു ദിവസം ഡോർ ഞാൻ തുറന്നപ്പോൾ തന്നെ അവന്റെ മദ്യത്തിന്റെ മണം എനിക്ക് ഇങ്ങനെ എന്റെ മൂക്കിലേക്ക് അടിച്ചു. ഞാൻ ചോദിച്ചു, നീ മദ്യപിച്ചിട്ടുണ്ടോ? അവൻ ഉടനെ ഒരു ചുയിങ്കം എടുത്ത്, ബബിൾഗം എടുത്തിട്ട് വായിലിട്ടിട്ട് ചവക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മാറ്റമായിരുന്നു അവന്. രാത്രി പലപ്പോഴും പല രാത്രിയിലും അവനെ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ ദൈവസന്നിധി മുട്ടിപ്പോയി. എനിക്ക് തോന്നി, ദൈവമേ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരയുന്നു കർത്താവ് പോലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ തലമുറകളെ ചൊല്ലി കരയാനുള്ള ഒരു വലിയൊരു ബോധ്യം എന്റെ ഹൃദയത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിരുന്നു. 2020 ജനുവരിയിൽ അങ്കമാലിയിൽ നടന്ന യൂത്ത് ക്യാമ്പിൽ ഞങ്ങളുടെ ദേവദാസൻ അവനെ നിർബന്ധിച്ച് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അവൻ പറഞ്ഞ ഭാഷണങ്ങളെ ഞാൻ നോക്കാം, പറ്റുമെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെ ഒരു വിസമ്മതം പ്രകടിപ്പിച്ചെങ്കിലും കൂടെ അവൻ അന്ന് പോയ അന്ന് തന്നെ അന്നത്തെ മീറ്റിങ്ങിന് ഞാൻ ചോദിച്ചു, മോനെ എന്തായി മോനെ, എങ്ങനെയുണ്ട് മോനെ? അമ്മേ, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഒരു മാറ്റവും ഇതുവരെ ഇല്ല. അങ്ങനെ ഒരു എന്നെ തളർത്തുന്ന ഒരു മറുപടി ആയിരുന്നു അവന്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷെ ആ മീറ്റിംഗ് കഴിഞ്ഞ ആ 3-ാമത്തെ ദിവസം ഞാൻ പേടിച്ചുകൊണ്ട് വീണ്ടും ഞാൻ അവനെ വിളിച്ചത്, എന്തായിരിക്കും അവന്റെ റിയാക്ഷൻ എന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. പക്ഷെ ധൂർത്തപുത്രൻ എങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക്, അപ്പന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നുവോ, അതുപോലെ കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിക്കുന്ന ഒരു മകനായിട്ട് ദൈവം അവനെ എനിക്ക് തിരിച്ചു തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങള് അതിന് ഒരു മൂന്നിലൊരു ഭാഗമൊക്കെ ഞാൻ പറഞ്ഞില്ല. നമുക്ക് പറഞ്ഞൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. പക്ഷെ വരും ദിവസങ്ങളിൽ മകന്റെ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം. ഇതൊന്നുമല്ല, അവൻ അങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടാൻ വേണ്ടി, ഞാൻ മുമ്പേ പറഞ്ഞു, അവനെ കേന്ദ്രീയ വിദ്യാലയത്തിൽ അവനെ പഠിപ്പിച്ചു. എന്റെ മോളെ ഞാൻ സാധാ സ്കൂളിലാണ് പഠിപ്പിച്ചത്. പക്ഷെ അവനെ അങ്ങനെ വിട്ടതിന്റെ പിന്നിലും ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ഭാഷ അറിയാതെ ഒരു ദേശത്ത് അവൻ പോയി. അവന് ഹിന്ദി നന്നായിട്ട് അറിയുമായിരുന്നു. അവന്റെ ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു. അവന്റെ ഹിന്ദി ഇംഗ്ലീഷും ആണല്ലോ, മലയാളം പോലും അന്നേരത്തെ അവൻ പഠിക്കുന്ന സമയത്തില്ല, ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു കേന്ദ്രീയ വിദ്യാലയത്തിലെ ഒരു സബ്ജക്ട്. അപ്പൊ അങ്ങനെ മോളെപ്പോഴും പറയും, അമ്മ അവനെ നല്ലൊരു സ്ഥലത്ത് അമ്മ പഠിപ്പിച്ച് എന്നെ ഈ പന്ന സ്കൂളിൽ ചേർത്തല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പൊ അവൻ എപ്പോഴും അവളെ ഒരു സങ്കടമായിരുന്നു. അപ്പൊ +2 കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, അമ്മ എനിക്ക് കേരള സ്റ്റേറ്റിന് വെളിയിൽ ഒരു സ്ഥലത്ത് പഠിക്കണം അമ്മ, എനിക്ക് ഒന്ന് ഭാഷ ഒന്ന് സെറ്റ് ആക്കണം എന്നൊക്കെ അവള് പറയുമായിരുന്നു, ഇംഗ്ലീഷൊന്ന്. അപ്പൊ ഞാൻ പറയും, മോളെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് ഞാൻ പറഞ്ഞില്ല സാറ്, ഞങ്ങളുടെ പാസ്റ്റർ എല്ലാ സമയത്തും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മക്കളുടെ വിഷയത്തിലായാൽ പോലും ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ അവള് തന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റങ്ങളെ എനിക്കിങ്ങനെ കേരളത്തിന് വെളിയിൽ പോയി പഠിക്കണം, മോളെ നീ പ്രാർത്ഥിക്ക്, നിനക്ക് അങ്ങനെ. അപ്പോഴത്തേക്കും എല്ലാ അഡ്മിഷനും കഴിഞ്ഞു, എല്ലായിടത്തും കഴിഞ്ഞു. അപ്പോഴത്തേക്കും പാസ്റ്റർ പറഞ്ഞു, ഒരു സീറ്റ് നിനക്ക് ദൈവം എവിടെയെങ്കിലും ഒരുക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ മംഗലാപുരം സെന്റ് ആഗ്നസ് കോളേജിൽ ഒരു സീറ്റ് ബികോമിനെ അവൾ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് കിട്ടുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അന്ന് ആ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 5:30 മണിക്ക് ഞാനും എന്റെ മോനും എന്റെ മോളും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇവളെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റുമോ? അതിനുള്ള സാമ്പത്തിക നന്മ എന്റെ കയ്യിലില്ല, ഞാൻ എന്തോ ചെയ്യും കർത്താവേ എന്ന് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞ സമയത്ത് എന്റെ കാതിൽ പെട്ടെന്നൊരു വചനം, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്. ആ വചനം എനിക്കൊരു ഭയങ്കര ബലമായിരുന്നു. അങ്ങനെ ആ വചനത്തിന്റെ പുറത്ത് ഞാൻ അവളെയും കൊണ്ട് അവളെ ആ കോളേജിൽ ചേർത്തു. അതിനുശേഷം ഭയങ്കര മിറക്കിൾ അവളുടെ ജീവിതത്തിൽ തന്നെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൾക്ക് ഒന്നും അറിയാതെ അവളെ ക്ലാസ്സിന് പുറത്താക്കി. ഇംഗ്ലീഷൊന്നും ഒക്കെ അറിയുന്നില്ല. അവള് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അവൾക്ക്. അപ്പം ടീച്ചർ അവളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോ ഇവൾ കരഞ്ഞു. ആ ടീച്ചർ പോയിട്ട് ചോദിച്ചു, എന്താ നീ കരയുന്നത്? ഞാൻ എന്റെ പാരന്റ്സിനെ ഓർത്തു പോയി ടീച്ചറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ, നീ 2 വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒന്ന്, സങ്കീർത്തനം 111-ന്റെ 11-ാമത്തെ യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും, അത് ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. 2 യാക്കോബിന്റെ ലേഖനം
1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യാണെന്ന് തോന്നുന്നു. നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവാകുമെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അവൻ യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പൊ ഈ 2 വാക്യം അവള് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം അവളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി. മോളെ, നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കും ഒരു അമ്മ എന്നുള്ളതില്ല, പക്ഷെ നിനക്ക് ജ്ഞാനം തരാൻ, നിനക്ക് ബുദ്ധി തരാൻ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അവളോട് പറയുവാൻ തക്കണം ഇടയായി തീർന്നു. അങ്ങനെ കൊച്ചു പ്രാർത്ഥിച്ച് ബികോമിന് നല്ല മാർക്കോടെ ജയിച്ചു. MBA അതേ കോളേജിൽ പഠിച്ചു. അവൾ MBA ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചു. ഇപ്പൊ ബാംഗ്ലൂർ ഒരു സ്ഥാപനത്തിൽ അവള് കൃപയാൽ എന്റെ കഴിവോ യോഗ്യതയോ എനിക്കൊരു പുകഴ്ചയും പറയുവാനില്ല. എല്ലാം എന്റെ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ടല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇത്രയും ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. കാരണം അത്രമാത്രം അത്ഭുതം എന്റെ ജീവിതത്തിൽ കാണുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഇന്നും എന്റെ ഭർത്താവ് ആരോഗ്യത്തോടെ ചർച്ചിലെ നല്ല ഒരു സ്ട്രോങ് മെമ്പറായിട്ട് ചർച്ചിൽ ദൈവദാസന് ഒരു സപ്പോർട്ടായിട്ട് എന്റെ ഹസ്ബൻഡ് ഇപ്പോഴും ആരോഗ്യത്തോടെ ഉണ്ട്. എന്റെ മോള് സന്തോഷത്തോടെ ബാംഗ്ലൂർ അയക്കുന്നു. മോൻ ആയിരിക്കുന്ന ആസാം എന്ന പ്രദേശത്ത് അവൻ കർത്താവിന്റെ വേലയിൽ ഓടി നടന്ന് അവൻ അധ്വാനിക്കുന്നു. അവൻ നന്നായിട്ട് പാടുവാനൊക്കെയും ദൈവം അവനെ സഹായിച്ചിട്ടുണ്ട്. എല്ലാം ദൈവത്തിന്റെ കൃപ എന്നല്ലാതെ എനിക്കൊന്നും പറയാനുള്ള. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിന് ഞാൻ വിരമിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ആസാദി ടിവിയോടും ആന്റിയോടും പാസ്റ്ററോടും ഒക്കെ എന്നെ നന്ദി അറിയിക്കും. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. ബോവസ് രൂത്തിനോട് പറഞ്ഞതുപോലെ, നീ ഇനി പിറക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മുടെ നല്ല ബോവസായ യേശു കർത്താവിൻ്റെ വയലിലുണ്ട്. നമുക്ക് വേണ്ടി ഓരോ നിമിഷവും നമ്മുടെ ആവശ്യം എന്തുവാണോ അതനുസരിച്ച് കർത്താവ് കരുതി നമുക്ക് വേണ്ടി എല്ലാം തരുന്ന കർത്താവാണ്. പത്രോസിന് വേണ്ടി ആ മീൻ്റെ വയറ്റിൽ ദ്രഹ്മപ്പണം ഒളിപ്പിച്ചു വെച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തക്ക സമയത്ത് നമുക്ക് വേണ്ടി കരുതുന്ന നല്ല കർത്താവാണ് നമുക്കുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ധാരാളമായിട്ട് സിസ്റ്റർ കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹപ്പെടുതലുമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ തന്നെ നമ്മളെ അനേകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി സിസ്റ്റർ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ അങ്ങേ സ്തുതിക്കുന്ന പച്ച. പ്രത്യേകിച്ച് ആസാദി ടിവിയിലൂടെ കർത്താവയുടെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയയുടെ അനുഭവ സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവമടിയെ സഹായിച്ചല്ലോ. അതിനുവേണ്ടി ദൈവമുഖാന്തരങ്ങൾ ഒരുക്കിയ പ്രിയ ഫിന്നി പാസ്റ്റർക്കായി, അദ്ദേഹത്തിന്റെ ഭാര്യക്കായി, അദ്ദേഹത്തിന്റെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇനിയും കർത്താവ് അനേകർക്ക് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഈ ആസാദി ടിവിയിലൂടെ അനേകർ കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. അടിയന്റെ ഈ ചെറിയ സാക്ഷ്യം അനേകർക്ക് അതൊരു വിടുതലായി, ആശ്വാസമായി, വിശ്വാസമായി പരിണമിക്കട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്ന പച്ച. പ്രത്യേകിച്ച് ആന്റിക്കായി സ്തോത്രം. അടിയൻ ഒത്തിരി നാളുകൾക്ക് മുമ്പേ ആഗ്രഹിച്ചതായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതെല്ലാം കണ്ട് അവരുമായിട്ട് കണക്ട് ചെയ്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. പ്രാർത്ഥനയെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാൻ നന്ദി. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഞങ്ങളോട് പങ്കുവച്ചതിൽ പ്രത്യേകമായിട്ട് ബിന്ദു സിസ്റ്റർ വിശ്വാസം എടുത്തു പറയേണ്ട ഒന്നാണ്. എല്ലാ വിശ്വാസത്തിൽ കൂടി സിസ്റ്റർ എല്ലാ കാര്യവും കർത്താവിൽ നിന്ന് പ്രാപിച്ച ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ആ വിശ്വാസം ഒന്നുകൂടെ ഒന്ന് വർദ്ധിക്കുവാൻ, ആ കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധി വാഗ്ദത്തങ്ങൾ കേൾക്കാറുണ്ട്. ഇപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ സാധിക്കും. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്ന്. എന്നാൽ വാഗ്ദത്തം പറഞ്ഞ കർത്താവ് അത് നമുക്ക് വേണ്ടി എല്ലാം കർത്താവ് വിശ്വസനായി കൂടെ ഇരുന്ന് നടത്തി തരും. അവിടെ ഈ ദിവസങ്ങൾ നമുക്ക് പിന്നെയും വിശ്വാസത്തോടെ കർത്താവിൽ മാത്രം ആശ്രയിക്കാം. വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു നല്ല കർത്താവ്, ഒരു നല്ല പിതാവ്, ഒരു നല്ല ബോസ് നമുക്കുണ്ട്. നമുക്ക് വേണ്ടി എല്ലാം അവൻ കരുതിയിട്ടുണ്ട്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.